ഓറൽ ഹെൽത്തിനെയും ഗട്ട് ഹെൽത്തിനെയും ഒന്ന് നമുക്ക് കണക്ട് ചെയ്താലോ ഇന്നത്തെ ഡിസ്കഷനിൽ? ഈ ഓറൽ ക്യാവിറ്റി എന്ന് പറയുന്നത് ഗട്ടിലേക്കുള്ള ഗേറ്റ് വേണമല്ലോ. അതെ, അതിനെപ്പറ്റി സംസാരിക്കാൻ വേണം. ഓക്കെ. ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് ഡോക്ടർ ബൈജു സേനാധിപൻ, കൺസൾട്ടൻറ്റ് സീനിയർ സർജിക്കൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ആണ്. എന്നോടൊപ്പം ഉള്ളത് താരാബി വവറാച്ചൻ ഡോക്ടർ. അദ്ദേഹം ഓർത്തോഡോണ്ടിസ്റ്റാണ്, തിരുവനന്തപുരം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ടോപ്പിക് എന്താവാം? ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്യോ? നമുക്ക് എന്ത് സംസാരിക്കാം? എനിക്ക് കോമൺ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് വരുന്നൊരു ഡിസീസാണ് ഗ്യാസ്ട്രോ ഈസോഫാജി റീഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്നത്. അത് നമ്മൾ അന്നനാളം ആമാശയമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ജംഗ്ഷനുണ്ട്. ഓജി ജംഗ്ഷൻ നമ്മുടെ ഭാഷയിൽ പറയും. അതായത് ഈസോഫാഗസും ഗ്യാസ്ട്രിക് ജംഗ്ഷൻ എന്നാണ് അതിൻ്റെ പേര്. ആ ഏരിയ അതിൻ്റെ ചില ഘടനകൾ കൊണ്ടിട്ട് നമ്മൾ ഇറങ്ങിപ്പോകുന്ന ഭക്ഷണം ആമാശയത്തിലോട്ട് തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് ചില മെക്കാനിസംസ് ഉണ്ട്. ആ മെക്കാനിസം ഒന്ന് അതിൻ്റെ വളവ്, രണ്ട് അതിന് ചുറ്റുമുള്ള മസിലുകൾ, മൂന്ന് ഇൻട്രാ അബ്ഡോമിനൽ ക്യാവിറ്റിയിലുള്ള പ്രഷർ, അങ്ങനെ പല ഘടകങ്ങളും ചേർന്നിട്ടാണ് ഇതൊരു വാൽവുലാർ മെക്കാനിസമായിട്ട് നിലനിർത്തുന്നത്. അതായത് നമ്മൾ ഉമിനീരുൾപ്പെടെയുള്ള സാധനങ്ങൾ ഇറങ്ങിപ്പോകുമ്പം അത് തിരിച്ചു വരാതിരിക്കാനുള്ള മെക്കാനിസമാണ് ആ സാധനം. അതൊരു വാൽവെന്നാണ് നമ്മൾ പറയാറ്. പക്ഷേ അതൊരു നമ്മളെ ടാപ്പ് തുറക്കുന്ന വാൽവ് മാതിരി അങ്ങനെയുള്ളൊരു വാൽവല്ല, പക്ഷേ ഒരു വാൽവുലാർ മെക്കാനിസമാണ്. അപ്പോൾ നമ്മുടെ ആമാശയത്തിൽ കിടക്കുന്ന ആഹാരത്തിനെ ദഹിപ്പിക്കാനായിട്ട് ആമാശയത്തിൽ തന്നെ ആസിഡ് ഉണ്ടാക്കുന്നുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ദഹനത്തിന് ആവശ്യമാണ്. അപ്പോൾ അതും ആഹാരവുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഒരു കൈമായിട്ടാണ് ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്തേക്ക് കടത്തിവിടുന്നത്. ആമാശയത്തിലിട്ട് കുഴച്ചിട്ടാണ് അത് കടത്തിവിടുന്നത്. ഈ വാൽവിന് എന്തെങ്കിലും ഡിഫക്റ്റുള്ള പ്രശ്നമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഹയറ്റസ് ഹെർണിയ ഉണ്ടാകും. ഹയറ്റസ് ഹെർണിയ എന്ന് പറഞ്ഞാൽ അന്നനാളും ആമാശയമായിട്ട് ചേരുന്ന ഭാഗം ആ സ്റ്റൊമക്ക് കുറച്ച് നെഞ്ചിനകത്തോട്ട്, ശരിക്കും എന്ന് പറഞ്ഞാൽ അന്നനാളത്തിൻ്റെ ചെറിയ ലെങ്ത് ഉദരാശയത്തിനകത്താണ് നിലനിൽക്കേണ്ടത്. പക്ഷേ ചിലവർക്ക് ഇത് വലിഞ്ഞ് മേളിലോട്ട് കയറാം. കൂടുതലും ഒബീസിറ്റി അങ്ങനെയുള്ളവർക്കാണ് വരാറ്. അപ്പോൾ അതിന് ഹയറ്റസ് ഹെർണിയ എന്ന് പറയും. ചിലവർക്ക് ഇത് രണ്ട് ക്രസ് എന്ന് പറയുന്ന മസിലിൻ്റെ ഇടയ്ക്കാണ് ഇരിക്കുന്നത്. അത് തുറന്ന്, അതായത് അതിൻ്റെ അകലം വർദ്ധിച്ചിട്ട് അത് വൈഡ് ഹയറ്റസ് ആയിട്ടിരിക്കുക. അങ്ങനെ പല മെക്കാനിസംസ് കൊണ്ടും ഈ ആമാശയത്തിലോട്ട് കടന്ന ആഹാരവും ആസിഡും തിരിച്ചു വരാം, അന്നനാളത്തിലേക്ക് തിരിച്ചു വരാം. അന്നനാളത്തിലോട്ട് തിരിച്ചു വരും നമ്മൾ അറിഞ്ഞോ അറിയാതെയായിരിക്കാം. അറിഞ്ഞോ അറിയാവുന്ന ചിലവർക്ക് പുളിച്ചുകെട്ടലായിട്ട് പ്രത്യക്ഷപ്പെടും, ചിലവർക്ക് നെഞ്ചിരിച്ചിലായിട്ട് പ്രത്യക്ഷപ്പെടും, ചിലവർക്ക് തൊണ്ടയിൽ കാറലും ചിലപ്പോൾ തൊണ്ട ചൊറിച്ചിലായിട്ട് പ്രത്യക്ഷപ്പെടും, ചിലവർക്ക് കിടന്നു കഴിയുമ്പോഴത്തേക്ക് തൊണ്ടയ്ക്ക് പ്രയാസം വരികയും ചുമയുണ്ടാവുകയും ചെയ്യുന്നു. അത് മൈക്രോ ആസ്പിരേഷൻസ് വരുന്നതുകൊണ്ടാണ്. അതായത് നമ്മുടെ ഗ്രാവിറ്റി ഇല്ലല്ലോ, നമ്മൾ കിടക്കുന്ന സമയത്ത് തിരശ്ചീനമായിട്ടല്ലേ കിടക്കുന്നത്. കിടക്കുന്ന സമയത്ത് ഈ ആസിഡ് നമ്മളറിയാതെ തന്നെ അന്നനാളത്തിലേക്ക് കിടന്ന് അത് തൊണ്ടയ്ക്കകത്ത് വന്ന് പതുക്കെ നമ്മുടെ വോക്കൽ കോഡ്സ് ഉള്ളിലൂടെ കയറി ലങ്സിനകത്തോട്ട് കയറാം. അപ്പോഴാണ് ഈ ചുമ വരുന്നത്. ചിലവർക്ക് തൊണ്ടയ്ക്ക് അവിടെ തന്നെ പ്രയാസം ഉണ്ടാക്കുക. അപ്പോൾ അതിന് പ്രതിവിധികളൊക്കെ ഉണ്ട്, അതിന് മാർഗമുണ്ട്. അതിനു മുമ്പായിട്ട് എനിക്ക് താരോട് ചോദിക്കാനുള്ളത്, ഈ റീഫ്ലക്സ് ഡിസീസ് കുറച്ച് ഡെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ടും ഡെൻ്റൽ പ്രോബ്ലംസ് മാത്രമല്ല, ഈ ആപ്തസ് അൾസേഴ്സ്, ജിഞ്ചിവൽ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. കാര്യം ഒരു പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ ഇൻട്രാ ഓറലി ഒബ്സർവ് ചെയ്യുമ്പോഴാണ് അവർക്ക് ചിലപ്പം നമ്മൾ തന്നെ ഡയഗ്നോസ് ചെയ്യാറുണ്ട്. ഹിസ്റ്ററി ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ലൈക്ക് ഇങ്ങനെ തികട്ടൽ വരാറുണ്ട്, അല്ലെങ്കിൽ നെഞ്ചിരിച്ചിൽ വരാറുണ്ട്. അപ്പോൾ ഇൻട്രാ ഓറലി നമ്മൾ നോക്കുമ്പം ചിലപ്പം പല്ലിൻ്റെ സർഫസിൽ ചില ഇറോഷൻസ് പോലെയും ഇനാമൽ വെയർ പോലെയൊക്കെയാണ് ഇത് ആദ്യം കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് അൾസേഴ്സ് വരാം. പിന്നെ അതുപോലെ നമുക്കൊരു നോസിയേറ്റിംഗ് ഒരു പ്രശ്നങ്ങളൊക്കെ പേഷ്യൻസ് പറയാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇൻട്രാ ഓറലി അപ്പോൾ അങ്ങനെ നിങ്ങളൊരു പേഷ്യൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാഥമികമായിട്ട് ചികിത്സ കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനോട് റെഫർ ചെയ്യാറുണ്ട്? തീർച്ചയായിട്ടും റെഫർ ചെയ്യാറുണ്ട്. നമ്മൾ അങ്ങനെ കിട്ടുന്ന പേഷ്യൻസിന് നമ്മൾ സാധാരണ രീതിയിൽ ഈ ഹിസ്റ്ററി എടുത്തതിന് ശേഷം നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്യുന്നത് എൻഡോസ്കോപ്പിയാണ്.
എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് നമ്മൾ പല ആൾക്കാർക്കും പേടിയുള്ളൊരു സംഭവമാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അതെ. അപ്പോൾ അത് എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ താഴെ വലിപ്പമുള്ള ഡയമീറ്ററുള്ള ഒരു കുഴലാണ്, 110 സെൻറ്റിമീറ്ററുള്ള ഒരു കുഴലാണ്. അത് നമ്മൾ തൊണ്ട മരവിപ്പിച്ചതിന് ശേഷം മയക്കാതെയോ നമുക്ക് ചെയ്യാം. ഒരു 2 മിനിറ്റ് മാത്രം നിലനിൽക്കുന്ന ഒരു പ്രൊസീജിയറാണത്. അത് അന്നനാളത്തിലൂടെ കടത്തിവിട്ട് ആമാശയത്തിൻ്റെ ഉൾഭാഗം നിരീക്ഷിച്ചിട്ട് ചെറുകുടൻ്റെ ഉൾഭാഗത്തിൻ്റെ 2ാം ഭാഗത്ത് വരെ പോകും. അതായത് ഡിയോഡിനം എന്നാണ് ചെറുകുടൻ്റെ ആദ്യ ഭാഗത്തിന് പറയാം. അത് ഉൾപ്പെടുന്നത് കാരണം വെച്ചാൽ ഈ അൾസേഴ്സൊക്കെ കൂടുതലുണ്ടാകുന്ന ഡിയോഡിനൽ അൾസേഴ്സൊക്കെ ഉണ്ടാകുന്നത് അതിൻ്റെ ചെറുകുടൻ്റെ ആദ്യ ഭാഗത്താണ്. അപ്പോൾ അതും ഉൾപ്പെടെ നിരീക്ഷിക്കണം. നിരീക്ഷിച്ചിട്ട് അവിടെ വ്രണങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ നമ്മൾ അതിൻ്റെ ആമാശയത്തിനുള്ളിലോട്ട് തിരിച്ചു വന്നതിന് ശേഷം അവിടെയും നിരീക്ഷിക്കണം വല്ല വ്രണങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടോ എന്നുള്ളത്. വ്രണം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മളൊരു H. പൈലോറി ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതിനെപ്പറ്റി നമുക്ക് പിന്നെ പ്രതിപാദിക്കാം. അതുകൂടാതെ നമ്മൾ ഈ അന്നനാളും ആമാശയവും ആയിട്ടുള്ള ആ ജംഗ്ഷൻ അവിടെ നിർത്തി തന്നെ നമ്മൾ എക്സാമിൻ ചെയ്യും. ഒന്ന് അതിൻ്റെ ഡയമീറ്റർ, അതിൻ്റെ വാൽവ് എങ്ങനെ ആക്ട് ചെയ്യുന്നു, അതിനെത്ര വിടവുണ്ട്, ഇതെല്ലാം നമ്മൾ നിരീക്ഷിക്കും. അവിടെ അൾസേഴ്സ് ഉണ്ടോ, അവിടെ എറോഷൻസ് ഉണ്ടോ, അതെല്ലാം നിരീക്ഷിക്കും. അതിന് ലോസ് ഏഞ്ചലസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടാണ് അതിൻ്റെ ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹിൽസ് ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടാണ് ഈ ഹയാറ്റസ്കാരനെ നമ്മൾ ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് അതിൻ്റെ സിവിയറിറ്റി മനസ്സിലാക്കി ഈ H. pylori ടെസ്റ്റിന് വേണ്ടിയുള്ള സാമ്പിൾ എടുക്കുകയും നമ്മൾ ചെയ്യും. എന്നിട്ട് വീണ്ടും തിരിച്ച് വരുന്ന വഴി അന്നനാളം വീണ്ടും ഒന്ന് നിരീക്ഷിച്ച് അവിടുത്തെ വ്രണങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും അനാവശ്യമായ പ്രയാസങ്ങളോ എന്തെങ്കിലും ഉണ്ടോയെന്നും നമ്മൾ നിരീക്ഷിച്ചിട്ട് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇത് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഒന്ന് ഹിസ്റ്ററി കൊണ്ട് ഡയഗ്നോസ് ചെയ്യാം. പിന്നെ എൻഡോസ്കോപ്പി, ചിലവർ ഇപ്പോൾ എൻഡോസ്കോപ്പി നിർദ്ദേശിക്കുമ്പോൾ ഭയം കൊണ്ട് ചോദിക്കാറുണ്ട് സ്കാൻ ചെയ്താൽ മനസ്സിലാവില്ല എന്ന്. ഇല്ല, ഒരിക്കലും ഇല്ല. സ്കാൻ ചെയ്താൽ മനസ്സിലാവുന്ന തരത്തിലുള്ള വ്രണങ്ങളല്ല നമ്മുടെ ആമാശയത്തിൻ്റെ ഭിത്തിയിലുണ്ടാകുന്നത്. ചെറിയ ചെറിയ മൈന്യൂട്ട് സുഷിരങ്ങളാണ് ഉണ്ടാകുന്നത്. അതെ, എല്ലാവർക്കും എൻഡോസ്കോപ്പി പേടിയാണല്ലോ. അതെ, അതുകൊണ്ടാണ്. അത് എപ്പോഴും നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എൻഡോസ്കോപ്പിക്ക് മറ്റ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഒരു എൻഡോസ്കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ 8 മാസം തൊട്ട് 1 വർഷം വരെ കാത്തിരിക്കേണ്ട സ്ഥിതിയുണ്ട്. അത് പക്ഷേ നമ്മുടെ ജനത്തിനറിയത്തില്ല. ഇത് ഈസിലി അവൈലബിൾ ആണ്, അതുകൊണ്ട് ഇതിന് വിലയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് നിങ്ങൾ ഫാസ്റ്റിംഗ് ആയിട്ട് നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ചെയ്തിട്ട് 2 മിനിറ്റ് കൊണ്ട് ഇറങ്ങിപ്പോരാവുന്നൊരു പ്രൊസീജിയറാണ്. അതിൻ്റെ ഈസി അവൈലബിലിറ്റിയാണ് ഒരുപക്ഷെ അതിനോട് ഇത്ര താല്പര്യമില്ലായ്മ തോന്നുന്നത്. ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാനത് ഞങ്ങളുടെ ഫീൽഡിലോട്ട് ഒന്ന് ഓടിച്ചത്. കാര്യം ഇത് തന്നെയാണ് ഞങ്ങളുടെ ഫീൽഡിലുള്ള പ്രശ്നം. കാര്യം ഈസിലി നമ്മുടെ ഇവിടെയാണെങ്കിൽ ഈസിലി അവൈലബിൾ ആണ് ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ. പക്ഷേ പുറം രാജ്യത്താണെങ്കിൽ മാസങ്ങളോളം കാത്തിരിക്കണം. അപ്പോയിന്റ്മെന്റ് കിട്ടാൻ തന്നെ, കൺസൾട്ടേഷൻ കിട്ടാൻ, പിന്നെ അതിനുശേഷം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ അതിനുവേണ്ടി താമസിക്കേണ്ടി വരും. തീർച്ചയായിട്ടും. പിന്നെ അതിനുശേഷം പിന്നെ അതിന്റെ കോസ്റ്റും എക്സ്പെൻസും എല്ലാം വിചാരിക്കുന്നതിനപ്പുറത്താണ്. നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അവിടെ പിടിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ ഈസിലി അവൈലബിൾ ഒരു മൊഡാലിറ്റിയാണ് ഇത് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. അത് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. കാരണം നമുക്ക് ഈ അൾസറോ കാര്യങ്ങളോ റീഫ്ലക്സ് ഡിസീസോ ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് മറ്റ് ചില മാരക അസുഖങ്ങൾ, ക്യാൻസർ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാം. ഈ H. pylori എന്ന് പറയുന്ന ഈ ബാക്ടീരിയ കൊണ്ട് തന്നെ ക്യാൻസർ ഉണ്ടാകാം. ഈ റിഫ്ലക്സ് ഡിസീസ് ഈ പറയുന്ന പോലെ സ്ട്രെസ്, ടെൻഷൻ, അതുകൊണ്ട് ഒബേസിറ്റി ഒരു ഫാക്ടറാണ്, സ്ട്രെസ് ഒരു ഫാക്ടറാണ്. ഇതെല്ലാം ഫാക്ടേഴ്സ്. പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ, ആസിഡിനെ കൂടുതലായിട്ട് ത്വരിതപ്പെടുത്തുന്ന ആഹാരങ്ങളാണെങ്കിൽ, പ്രത്യേകിച്ചും ചായ, കാപ്പിയൊക്കെ ആസിഡ് കൂടുതലുണ്ടാക്കുന്നതാണ്. ആൾക്കഹോൾ എന്തായാലും ആസിഡ് കൂടുതലുണ്ടാക്കുന്നതാണ്. അതേപോലെ തന്നെ എരിവ്, പുളി, നമ്മളെ നമുക്ക് ഇഷ്ടഭക്ഷണമായ മസാലകൾ, ഇതെല്ലാം ആസിഡിനെ കൂട്ടുന്ന ആഹാരങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം പ്രാഥമികമായിട്ടും എടുത്ത് പറയുന്നത് ആസിഡിനെ കൂട്ടുന്ന ഇതേ ആഹാരങ്ങൾ നിയന്ത്രിക്കണം. അപ്പോൾ ആളുകൾ തിരിച്ച് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ നോൺ വെജ് കഴിക്കാമോ? നോൺ വെജ് കഴിക്കുന്നതിനകത്തുള്ള ഇഷ്യൂ അല്ല, ഇഷ്യൂ എന്ന് പറയുന്നത് അതിനകത്തുള്ള സ്പൈസസ് ആണ്. അപ്പോൾ നോൺ വെജിനകത്ത് കൂടുതൽ സ്പൈസസ് ചേരുന്നത് കൊണ്ട് അതിൻ്റെ ഈ പെരട്ടോ അല്ലെങ്കിൽ മസാലകൾ കൊണ്ടിട്ടാണ് ഈ നോൺ വെജ് കഴിക്കുന്നവർക്ക് കൂടുതൽ പ്രയാസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിൻ്റെ സ്പൈസസ് കുറച്ചുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ചിലവരുടെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വേണേൽ കഴുകി കഴിച്ചോളൂ എന്ന് പറയാറുണ്ട്. അങ്ങനെ അത്രത്തോളം നമ്മൾ
നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ മരുന്ന് പോലും ഇല്ലാതെ തന്നെ ഇതിനെ നിയന്ത്രിച്ച് നിർത്താവുന്നതേ ഉള്ളൂ. അതുപോലെ ഈ വെസ്റ്റേൺ പോപ്പുലേഷനിൽ ഈ റിഫ്ലക്സ് ഡിസീസ് കുറവാണോ കമ്പാരിറ്റീവ്ലി? ഇല്ല, ആ വെസ്റ്റേണിൽ ഒരുപക്ഷെ കൂടുതലാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഒബീസിറ്റി ഒക്കെ കൂടുതലായതുകൊണ്ട് ഇത്. പക്ഷെ അവരുടെ ഈ സ്പൈസി ഫുഡ് നമ്മുടെ ഇത്ര അവർ എടുക്കുന്നില്ലല്ലോ, ആ ഒരു ആസ്പെക്റ്റിൽ കുറവായിരിക്കും. ആ ഒരു ഫുഡ് കൊണ്ടുള്ള ആസിഡ് പെപ്റ്റിക് ഡിസീസസ് കുറവായിരിക്കും. അപ്പോൾ ഇതിന് നമ്മൾ പണ്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് S2 ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന ഇനത്തിലുള്ള റാനറ്റിഡിൻ എന്ന് പറഞ്ഞ ഫാമറ്റിഡിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മരുന്നുകളായിരുന്നു 70കളിൽ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കൂടുതലും PPIs, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന നമ്മൾ കേട്ടിട്ടുണ്ടാകും, പാൻറ്റപ്രസോൾ, റാവിപ്രസോൾ അങ്ങനെയുള്ള സാധനങ്ങൾ. ഇപ്പോൾ അതിനും 3rd ജനറേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദിവസത്തിൽ ഒരു ഗുളിക മാത്രം എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിച്ചാൽ മതിയാവും, അത് നിയന്ത്രിച്ചു. പക്ഷേ അത് GRD ഉള്ളവർക്ക് നമ്മൾ കൂടുതലും പറയുന്നത് പറഞ്ഞാൽ ഈ GRD സിംറ്റംസ് ഉള്ളവർ മരുന്ന് കഴിച്ചാൽ കുറയും, പക്ഷേ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും ഈ സാധനം വരും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ 6 മാസത്തിലധികം നമ്മൾ ടെസ്റ്റ് ഡോസ് കൊടുത്തു, 6 മാസം കൊണ്ട് കുറഞ്ഞു, ഒന്ന് നിർത്താൻ പറയും. നിർത്തി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും റീഫ്ലക്സ് ഡിസീസ് വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സർജന്മാർ ഒരുപക്ഷെ മെഡിക്കൽ സമൂഹം, മെഡിക്കൽ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് ഒരുപക്ഷെ അത്രത്തോളം സജസ്റ്റ് ചെയ്യത്തില്ലായിരിക്കാം. നമ്മൾ സർജൻസ് സജസ്റ്റ് ചെയ്യുന്നത് ഇതിനെ റിപ്പയർ ചെയ്ത് ഈ വാൽവിനെ ഒന്ന് നേരെ ആക്കുന്നതിനെ പറ്റിയാണ്. നമ്മൾ കീ ഹോൾ സർജറി വഴി ചെയ്യാവുന്നൊരു സംഭവമാണ്. അന്നനാളും ആമാശയായിട്ട് ചേരുന്ന ഭാഗത്ത് ആമാശയ ഭിത്തി കൊണ്ടൊരു കെട്ടുണ്ടാക്കി ഈ ആസിഡിനെ താഴെ തന്നെ നിർത്താനുള്ള മെക്കാനിസം നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അത് ഒരു 2 ദിവസത്തെ ആശുപത്രി വാസം കൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ്. അത് ഫണ്ടോപ്ലിക്കേഷൻ എന്നാണ് അതിന് പറയുന്നത്. അതിൻ്റെ കൂടെ ഞാൻ വേറെ അങ്ങോട്ട് ചോദിക്കാൻ ഇരുന്നൊരു, നമ്മൾ കൂടുതൽ ഈ ഹാലിറ്റോസിസായിട്ട്, അതായത് ബാഡ് സ്മെൽ, ബാഡ് ബ്രത്ത് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വരാറുണ്ട്. നമ്മൾ ആദ്യം പറയുന്നത് ഒരു ഡെൻ്റൽ കൺസൾട്ടേഷൻ ആദ്യം ചെയ്തിട്ട് വരൂ എന്ന് പറയും. ഡെൻ്റൽ കൺസൾട്ടേഷൻ ഒരുപക്ഷെ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകാതിരിക്കാം. ചിലപ്പോൾ ജിഞ്ചിവൈറ്റിസ് ഉണ്ടാകാം, ചില മറ്റ് പീരിയോഡോണ്ടൈറ്റിസ് ഉണ്ടാകാതിരിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഡെൻ്റൽ കൺസൾട്ടേഷൻ കൊടുത്തതിന് ശേഷം ഡെൻ്റൽ ഒന്നുമില്ല എന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും അവർക്ക് എൻഡോസ്കോപ്പി പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ എച്ച് പൈലോ ബാക്ടീരിയ പല രോഗികളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എച്ച് പൈലോ ബാക്ടീരിയ നിർമ്മാർജ്ജനം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഹാലിറ്റോസിസ് ഇല്ലാതാവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം എച്ച് പൈലോറിയും ഹാലിറ്റോസിസുമായിട്ട് ബന്ധമുണ്ട്. നമ്മൾ സാധാരണ എച്ച് പൈലോറെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മളൊരു കോക്ടെയിൽ മെഡിസിനാണ് കൊടുക്കുന്നത്. 2 ആൻറ്റിബയോട്ടിക് ഒരു കോമ്പിനേഷൻ, 2 ആൻറ്റിബയോട്ടിക് ഒരു പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്ററോടെ ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ 2 വീക്സ് കൊടുത്തിട്ടാണ്. അത് കഴിക്കാൻ പ്രയാസമുള്ളൊരു സംഭവമാണ്. വായ്ക്ക് കയ്പും ഛർദ്ദിക്കാൻ തോന്നലൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഈ എച്ച് പൈലോറി ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എച്ച് പൈലോറി എന്ന് പറഞ്ഞാൽ മൗത്ത് ടു മൗത്ത് പകരുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മളൊരു യങ് കപ്പിൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും പ്രിസ്ക്രൈബ് ചെയ്യുന്ന 2 പേർക്കും പ്രിസ്ക്രൈബ് ചെയ്യും. കാരണം ഈ എച്ച് പൈലോറി നമ്മുടെ ജനറൽ പോപ്പുലേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30% ഓഫ് പോപ്പുലേഷനും എച്ച് പൈലോറി ഉണ്ടാവും. നമ്മുടെ സ്റ്റൊമക്കിനകത്തുണ്ട്. എല്ലാവർക്കും സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല. എല്ലാവർക്കും ഈ ബ്ലോട്ടിങ്ങും ആസിഡ് പെപ്റ്റിക് ഡിസീസിൻ്റെ സിംറ്റംസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. ചിലവർക്ക് സിവിയർ സിംറ്റംസ് ആയിരിക്കും, ക്രാംസും പെയിൻസും അങ്ങനെ സിവിയർ സിംറ്റംസ് ആയിരിക്കും. ഞാൻ ഈ യങ് കപ്പിൾസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ മൗത്ത് ടു മൗത്ത് പകരുന്ന അസുഖമായതുകൊണ്ട് തന്നെ മറ്റേ കക്ഷിക്കും ഉണ്ടായിരിക്കാം, 100% ഉണ്ടാവാൻ ആ സാധ്യത കൂടുതൽ. അപ്പോൾ അവർക്കും ഇതേ ആൻറ്റിബയോട്ടിക് ഒരുപക്ഷെ അവർ ഭയങ്കര അതിശയത്തോടു കൂടിയായിരിക്കും അവർ ചോദിക്കുന്നത്, പുള്ളിക്കല്ലേ അസുഖമായിട്ട് വന്നത്, എനിക്കെന്തിനാ മരുന്ന് എന്ന്. പക്ഷേ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഇങ്ങനെ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ നിന്ന് വീണ്ടും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം ഒരുമിച്ച് സഹവസിക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പകരുകയും തിരിച്ച് വീണ്ടും കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് കഴിയുന്നതും അങ്ങനെയുള്ളവരൊക്കെ 2 പേരെയും ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് എച്ച് പൈലോറി ഒരു പ്രാവശ്യം ട്രീറ്റ് ചെയ്ത് വളരെ നാളുകൾക്കുള്ളിൽ തന്നെ വീണ്ടും ഈ സെയിം സിംറ്റംസുമായിട്ട് പേഷ്യൻസ് ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് കുറയ്ക്കാൻ പറ്റും. തീർച്ചയായിട്ടും അത് പുതിയൊരു അറിവായിരുന്നു. കാര്യം കപ്പിൾസിന് വഴി ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളത് എനിക്കും അറിയില്ലായിരുന്നു. അതുപോലെ ഡോക്ടർ, എൻ്റെ മകൾക്ക് ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാനൊന്ന് സ്കൂൾ ഷിഫ്റ്റ് ചെയ്തിരുന്നു. സ്കൂൾ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം എന്നും രാവിലെ സ്കൂളിൽ പോകുമ്പം വയറുവേദനയായിട്ടാണ് വരുന്നത്. അപ്പം ഞാനങ്ങനെ മൾട്ടിപ്പിൾ ഒപ്പീനിയൻസ് എടുത്തു.
അപ്പോൾ അവരെല്ലാം പറയുന്നത് ഫങ്ഷണൽ ആണെന്നാണ്. കൊച്ചുകുട്ടികൾക്ക് അങ്ങനെ നമുക്ക് സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടോ പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ അതെ അതെ കളിക്കാൻ വേണ്ടിയിട്ടോ അതെ അതിനുവേണ്ടി അവർ ചിലപ്പോൾ ഇങ്ങനെ ഫങ്ഷണലായിട്ട് പറയുന്നതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും കാണുന്നുണ്ട് മോളിങ്ങനെ ബേപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊച്ചുകുട്ടികൾക്കും വരാൻ അല്ലേ റിഫ്ലക്സ് ഡിസീസ്? കൊച്ചുകുട്ടികൾ ആർക്കും ഇതിനകത്ത് ആരെ മാറ്റി നിർത്താവുന്ന ഒരു ഗുണം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കൊച്ചുകുട്ടികൾക്കും വരാം, പക്ഷെ പൊതുവെ കുട്ടികൾക്ക് കുറവാണെന്നുള്ളതാണ് വാസ്തവം. ആണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു എൻഡോസ്കോപ്പി ചെയ്യുക, ഒരു പീഡിയാട്രിക് എൻഡോസ്കോപ്പി ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ കണ്ട് എൻഡോസ്കോപ്പി ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടുന്നത്. അപ്പോൾ എന്തായാലും ഏത് സാധനമായാലും കുട്ടികളുടെ ഈ വയറുവേദന കണ്ടുപിടിക്കാൻ ഒരു പ്രഹേളിക തന്നെയാണ്. അതുകൊണ്ട് കുട്ടികളെ കൂടുതൽ പരിശോധനയും ഇല്ലാതെ നമുക്ക് ഒരു അഭിപ്രായത്തിലോട്ട് എത്താൻ പാടാണ്. ഒരു സൈക്കോളജിക്കൽ മൂവ് നമ്മൾ എടുക്കേണ്ടി വരും. ഈ പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും തമ്മിൽ എന്താണ് വ്യത്യാസം? പൊതുവെ എല്ലാവരും ഒരുപക്ഷെ കേട്ടിട്ടും പ്രോബയോട്ടിനെ പറ്റി കൂടുതൽ കേട്ടിട്ടുണ്ടാകും. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ സേഫ് ഗുഡ് ലൈവ് ബാക്ടീരിയയാണ് പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. അത് നമ്മൾ ഗുളികയായിട്ട് കൊടുക്കാം, മറ്റേതെങ്കിലും രൂപത്തിൽ കൊടുക്കാം, സാഷയായിട്ട് കൊടുക്കാം, പല രൂപത്തിലും കൊടുക്കാം. ഈ ലൈവ് ബാക്ടീരിയ ഫീഡ് ചെയ്യുന്ന ഫുഡിനെയാണ് നമ്മൾ പ്രീബയോട്ടിക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ലാക്ടോബാസിലസ്, നമ്മളെ കേർഡ് പ്രീബയോട്ടിക്കാണ്, നമ്മൾ ഇതായിട്ട് കൊടുക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം, രണ്ടും ഇഫക്റ്റ് ഒന്ന് തന്നെയാണ്. നമ്മുടെ ഹെൽത്തി ബാക്ടീരിയയെ കൂടുതൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ വളർത്തുക എന്നുള്ളതാണ് രണ്ടുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. ഒന്ന് പ്രീ ഫോമഡ് ആയിട്ടും കൊടുക്കുന്നു, രണ്ട് അത് ലൈവ് ബാക്ടീരിയ ആയിട്ടും കൊടുക്കുന്നു. ഇപ്പോൾ ഈ പ്രോബയോട്ടിക്സ് നമ്മൾ റെഗുലർലി ഒരു ഒരു സെൻസിറ്റീവ് സ്റ്റൊമക്ക് ഉള്ള ഒരാൾ പ്രോബയോട്ടിക്സ് റെഗുലർലി കഴിക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ? പ്രോബയോട്ടിക് കഴിക്കുന്നത് അമിതമായിട്ട് കഴിക്കുന്നതിനോട് ഞാൻ യോജിപ്പില്ല. പക്ഷേ പ്രോബയോട്ടിക് എപ്പോഴും ഗട്ട് ഹെൽത്തിന് നല്ലത് തന്നെയാണ്. നമ്മുടെ ഗട്ടെന്ന് പറയുന്നത് അത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുമോ? ചിലവർക്കുണ്ടാകും. ഈ ഗട്ടെന്ന് പറയുന്നത് നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചതിനപ്പുറത്തേക്ക് വലിയൊരു ലോകമാണ്. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിനുള്ളിൽ മൈക്രോബയോട്ട എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഓഫ്, അതായത് വൈറസുകളെയും ബാക്ടീരിയകളെയും ഫംഗസിനെയും ഒരുമിച്ച് ചേർത്ത് പറയുന്ന അതിനെയാണ് ഈ മൈക്രോ ഓർഗാനിസംസ്, മൈക്രോബയോട്ട എന്ന് പറയുന്നത്. ഈ മൈക്രോബയോട്ടയിൽ അടങ്ങിയിരിക്കുന്ന ജീനുകൾ തൗസൻഡ്സ് ഓഫ് ക്രോസ് ആണ്. ആ ജീനുകൾ നമുക്ക് ചില കെമിക്കൽസ് ഉണ്ടാക്കി തരുന്നുണ്ട്, ചില ഹോർമോൺസ് ഉണ്ടാക്കി തരുന്നുണ്ട്, ചില സ്റ്റിമുലൻസ് ഉണ്ടാക്കി തരുന്നുണ്ട്. നമ്മുടെ തലച്ചോറും ഈ മൈക്രോബയോട്ടുമായി ഭയങ്കര അടുത്ത റിലേഷനുള്ളതാണ്. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ തലച്ചോറിൽ നിന്നും നാഡികൾ വഴി നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ ഓരോ ഏരിയയിലും മൈക്രോ ഏരിയയിലും അതിൻ്റെ ടെൻറ്റക്കിൾസ് അല്ലെങ്കിൽ അതിൻ്റെ വേരുകൾ ചെന്നെത്തുന്നുണ്ട്, ഈ നാഡികളുടെ വേരുകൾ. അപ്പോൾ ആ നാഡികളുടെ വേരുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുക ചെയ്യുന്ന കെമിക്കൽസ് ഈ ബാക്ടീരിയ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും ബാധിക്കുന്നുണ്ട്, തിരിച്ചും ബാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമ്മുടെ ഗട്ടിനെയും ബാധിക്കുന്നുണ്ട്. പറഞ്ഞ് മനസ്സിലാക്കും. ഈ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോത്തിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് സ്ട്രെസ്സ് നമ്മൾക്ക് ഇറിറ്റബിൾ ബൗൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, ഇറിറ്റബിൾ ബൗൾ തന്നെ നമ്മൾക്ക് സ്ട്രെസ്സ് കൂട്ടിക്കൊണ്ടിരിക്കും. ഇത് വിഷ്യസ് മെക്കാനിസമാണ്. ഇറിറ്റബിൾ ബൗൾ ഹെറിഡിറ്ററി ആണോ? ഹെറിഡിറ്ററി ആയിട്ടും പ്രസൻറ്റ് ചെയ്യാം, കാരണം ഇത് സ്ട്രെസ്സ് ഹെറിഡിറ്ററി ആയിട്ടും വരാമല്ലോ. അപ്പോൾ അതൊരു ഹെറിഡിറ്ററി ആയിട്ടും പ്രസൻറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇറിറ്റബിൾ ബൗളെന്ന് നമ്മൾ ഒരാളെ ബ്രാൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ സിവിയറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അതായത് മറ്റ് അസുഖങ്ങളൊന്നും ഇല്ല, മറ്റ് ഇതൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. അവസാനം നമ്മൾ ഒരാളെ ഈ IBS ആയിട്ട് ബ്രാൻഡ് ചെയ്തിട്ട് നാളെ ഒരു ദിവസം അദ്ദേഹം ഒരു ക്യാൻസറായിട്ട് വരികയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിന് ശേഷമേ, മിനിമം ഒരു എൻഡോസ്കോപ്പിയും കൊളോണോസ്കോപ്പിയും അൾട്രാസൗണ്ടും ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളൊരു ഇറിറ്റബിൾ ബൗൾ എന്നുള്ളൊരു വ്യാഖ്യാനത്തിലേക്ക് പോകാൻ പാടുള്ളൂ. ഇറിറ്റബിൾ ബൗൾ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസും രണ്ടിൻ്റെ ആണ്. ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗട്ടിനുണ്ടാകുന്ന അത് ചെറുകുടലിനാണ് കൂടുതലുണ്ടാക്കുന്നത്, വൻകുടലിനും ഉണ്ടാക്കും. കൂടുതൽ അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്ന രോഗങ്ങളാണ് ഈ മെയിനായിട്ട് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്ന് പറയുന്നത്. അത് മൈക്രോബയോട്ടയായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്, ജീനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന അസുഖങ്ങളല്ല. ഈ ക്രോൺസ് ഡിസീസ് അൾസറേറ്റീവ് നമ്മൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കണം. അതിന്
റെമിഷൻസ് ഉണ്ടാവും, എക്സാസർബേഷൻസ് ഉണ്ടാവും. അതായത് അതിൻ്റെ പൂർണ്ണതോതിൽ പുറത്ത് പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ ഉണ്ടാവുകയും അത് ലക്ഷണങ്ങളില്ലാതിരിക്കുന്നൊരു ഘട്ടം ഉണ്ടാകും. അത് രണ്ട് ഘട്ടങ്ങളും നമ്മൾ രണ്ട് രീതിയിലാണ് ചികിത്സിക്കുന്നത്. ചിലവർക്ക് നമുക്ക് ചികിത്സിച്ചാലും തീരെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കേസുകളും ഉണ്ട്. ഞാൻ ചോദിക്കാൻ വന്ന അതല്ല, ഈ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസും ഡെൻ്റൽ അല്ലെങ്കിൽ ഓറൽ ഇതുമായിട്ട് ബന്ധമില്ലേ? ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസിൽ വരുന്ന പേഷ്യൻസിന് ഈ പറയുന്ന പോലെ നല്ല രീതിയിലുള്ള ഒരു ഗം ഡിസീസ് ഉണ്ടാവും, പെരഡോണ്ടൽ ഡിസീസ്. അതെ, ഈ നമ്മൾ ഈ അൾസർ, അതായത് നമ്മൾ ആപ്തസ് അൾസേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പ്രസൻറ്റ് ചെയ്യുക. അതാണ് ചോദിച്ചത്. അതെ, നോൺ ഹീലിംഗ് അൾസേഴ്സ് ഉണ്ടാവാം. ഹിസ്റ്ററി അവിടെയും ഹിസ്റ്ററി നമ്മൾ ചോദിക്കുമ്പോഴാണ് പേഷ്യൻസ് ചിലപ്പം അറിയാതെ പോകുന്നതായിരിക്കും അവർ. അതെ, അവർക്ക് ഗട്ട് സിംറ്റംസ് ഉണ്ടായിരിക്കും. അങ്ങനെ തീർച്ചയായിട്ടും ഗട്ട് സിംറ്റംസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഞങ്ങൾ തീർച്ചയായിട്ടും ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിൻ്റെ അടുത്ത് റെഫർ ചെയ്യാറുണ്ട്. നമ്മൾ തിരിച്ചും ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ വേറൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഈ പ്രീബയോട്ടിക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട് ചില ഡെൻ്റൽ ഡോക്ടേഴ്സും ഈ പ്രോബയോട്ടിക്കുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതായത് ഡെൻ്റൽ സ്പെസിഫിക് പ്രോബയോട്ടിക് ഉണ്ടോ, അതോ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പ്രോബയോട്ടിക് തന്നെയാണോ നിങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുക? ഡെൻ്റൽ സ്പെസിഫിക് പ്രോബയോട്ടിക്സ് ഉണ്ട്. കാര്യം നമ്മുടെ ഓറൽ ബാക്ടീരിയ ഇസ് ഡിഫറെൻറ്റ് ഫ്രം ഗട്ട് ബാക്ടീരിയ ആണല്ലോ. അപ്പം അത്രയും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ട് വരുന്ന പേഷ്യൻസിൽ, ഫോർ എക്സാമ്പിൾ ഓൺ ലോങ് ടേം സ്റ്റിറോയിഡ്സ് അല്ലെങ്കിൽ ഒരു കീമോതെറാപ്പി, റേഡിയേഷൻ അങ്ങനെയൊക്കെ എടുക്കുന്ന പേഷ്യൻസിലാണെങ്കിൽ ഡെൻ്റൽ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബയോട്ടിക്സ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യേണ്ടതായിട്ടുണ്ട്, വിച്ച് കണ്ടെയ്ൻസ് ഇനൂലിൻ ആൻഡ് സൈലിറ്റോൾ. അപ്പം അത് ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. ഇനൂലിൻ സൈലിറ്റോളും എനിക്ക് തോന്നുന്നു പേസ്റ്റിനകത്ത് സൈലിറ്റോൾ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, അതൊരു പ്രോബയോട്ടിക് ആണെന്ന് തോന്നുന്നു. പ്രോബയോട്ടിക് ആണെന്ന് തോന്നുന്നു. അതെ, അതുപോലെ ഇനൂലിൻ ആണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ആസ്പ്രാഗസ്, അണിയൻസ്, ഇതിനകത്തൊക്കെ ഇനുലിൻ ഉണ്ട്. പക്ഷെ ഒനിയൻ നമ്മൾ പറയാറില്ല, കാരണം നമ്മൾ പറയത്തില്ല. ഒനിയൻ ആസിഡിനെ കൂട്ടുന്നൊരു സംഭവമാണ്. ജിഞ്ചറും അത് തന്നെ ആസിഡിനെ കൂട്ടും. ചിലവർ വന്ന് പറയാറുണ്ട്, ഞാൻ ഒരു കട്ടൻ കാപ്പിയിൽ മറ്റേ ജിഞ്ചർ ഒടിച്ച് കഴിച്ചപ്പോൾ ഒരുപക്ഷെ താൽക്കാലികമായിട്ടുള്ള ആശ്വാസം ഉണ്ടായിരിക്കാം, പക്ഷേ നമ്മൾ അത് സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം അത് ആസിഡിനെ കൂട്ടുന്ന സംഭവമാണ്. അത് ചിലവർ നാരങ്ങ വെള്ളം കഴിക്കാൻ പോകുന്നു. അപ്പോൾ നാരങ്ങ വെള്ളം ആസിഡിനെ കൂട്ടുന്ന, എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള ചോദ്യം, നാരങ്ങ വെള്ളം ഡെൻ്റലിനെ ബാധിക്കുമെന്നുള്ളത്. തീർച്ചയായിട്ടും. കാര്യം അത് അസിഡിക് ആണ് ലെമൺ വാട്ടർ എന്ന് പറയുന്നത്. അപ്പം പല പേഷ്യൻസും ഇപ്പോൾ ആസ് എ പാർട്ട് ഓഫ് ഡയറ്റ് ഏർലി മോർണിംഗിൽ വോം ലൂക്ക് ആയിട്ടുള്ള ലെമൺ വാട്ടർ കുടിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കാണെങ്കിലും ഡെൻ്റൽ സിംറ്റംസ് നമ്മൾ ഇൻട്രാവർലി നോക്കുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ഇനാമൽ വെയറും ഇറോഷൻസും ധാരാളമായിട്ട് കാണാറുണ്ട്. അപ്പം അതിൻ്റെ ഹിസ്റ്ററി ചോദിക്കുമ്പം ഡെഫിനറ്റീവായിട്ട് അവർക്കൊരു ഈസോഫേഗിയൽ റിഫ്ലെക്സും ഉണ്ടാവും. ഓക്കെ. ചില പേഷ്യൻസിന്, അതായത് പ്രത്യേകിച്ച് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം പേഷ്യൻസ് നമ്മളെ സമീപിക്കുമ്പം നമ്മൾ നോട്ട് ചെയ്യുന്നൊരു സംഭവമുണ്ട്, ഈ ഡെൻ്റൽ അട്രീഷൻ, ബ്രക്സിസ്, അതായത് പല്ലുകടി. സത്യം പറഞ്ഞാൽ ഇറിറ്റബിൾ ബൗൾ ഡിസീസും ഡെൻ്റൽ ഹെൽത്തുമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ്. ബ്രക്സിസ് ഞങ്ങൾ ശ്രദ്ധിക്കാറുള്ള സംഭവമാണ്. അതായത് അവരടുത്ത് ചോദിച്ചാൽ ഒരു പക്ഷേ അറിയത്തില്ല, അവരുടെ സ്പൗസിൻ്റെ അടുത്ത് ചോദിച്ചാൽ അറിയാം പല്ല് കടിക്കാറുണ്ടോ എന്ന് പറയാറുണ്ട്. തീർച്ചയായിട്ടും ബ്രക്സിസും അതിൻ്റെ വലിയൊരു എന്താണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്? ഞങ്ങളൊരു ബ്രക്സ് ഗാർഡാണ് സജസ്റ്റ് ചെയ്യുന്നത്. കാര്യം ബ്രക്സ് ഗാർഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് ഒരു മെറ്റീരിയലിൽ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ഒരു പക്ഷേ ഓർത്തോഡോണ്ടിസ്റ്റിനായിരിക്കും കൂടുതൽ പറയാൻ പറ്റുന്നല്ലേ? ഓർത്തഡോണ്ടിസ്റ്റിനും പ്രോസ്റ്റഡോണ്ടിസ്റ്റിനും ഒക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതെ. അപ്പോൾ ബ്രക്സ് ഗാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഹാബിറ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു നമ്മുടെ ജോയിൻറ്റിന് ഈ പല്ലിൽ ഈ പറയുന്ന പോലെ തേയ്മാനം അതെല്ലാം കൂടി വരുമ്പോൾ, അട്രിഷൻ കൂടി വരുമ്പോൾ നമ്മുടെ ജോയിൻറ്റിനെയാണ് അൾട്ടിമേറ്റ്ലി എഫക്റ്റ്. എനിക്ക് ഇതുള്ള കൂട്ടത്തിലാണ് ഞാൻ, അതായത് ഉറക്കത്തിലല്ല, പകൽ പോലും വണ്ടി ഓടിക്കുമ്പോൾ പോലും ഇതുള്ള പല്ല് കടിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. എൻ്റെ പല്ലെല്ലാം തേഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു എന്താ പറയുക, ബ്രക്സ് ഗാർഡിന് വേണ്ടി അങ്ങോട്ട് സ്റ്റുഡിയോയിലോട്ട് എത്തുന്നതായിരിക്കും. തീർച്ചയായിട്ടും. അതുപോലെ ഡോക്ടറെ, ഈ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പേഷ്യൻസിനൊക്കെ ആദ്യം തന്നെ നിങ്ങൾ റെഫർ ചെയ്യുന്ന ഒരു ഡെൻ്റൽ ക്ലിയറൻസ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ് ഒരു ഡെൻ്റൽ ഡോക്ടറെ അടുത്ത് കൺസൾട്ടേഷൻ ചെയ്യാൻ നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നമുക്ക് നോട്ടീസ് ചെയ്യാത്ത ഏരിയകളിൽ ചിലപ്പോൾ ഫോക്കസ് ഇൻഫെക്ഷൻ ഉണ്ടാകാം.
നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കാലത്തേക്ക് അവർക്ക് സ്റ്റീറോയിഡ്സിൽ ഇമ്മ്യൂണോ സപ്രസൻസിലായിരിക്കും. അപ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, ശരീരത്തിനുള്ള പ്രതിരോധ ശക്തി കുറവായിരിക്കും. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെയുള്ള ഫോക്കസ് ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റൂൾ ഔട്ട് ചെയ്യും, ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റുകയും ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ടും ഒരു ഡെൻറ്റിസ്റ്റിനെടുത്ത് ട്രാൻസ്പ്ലാന്റേഷന് മുമ്പ് റെസിപ്പിനെ വിടാറുള്ളത്. ഡെയിലി കേർഡ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ വയറിൻ്റെ അസ്വസ്ഥത ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. കേടും നമ്മുടെ ഗട്ട് ബാക്ടീരിയയായിട്ടും ഈ വളരെ റിലേഷൻ ഉള്ളതാണല്ലോ. പക്ഷേ ഞാൻ കേടിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാറുള്ളതെന്ന് പറഞ്ഞാൽ കേട് നല്ലത് തന്നെയാണ്. ഞാനും കഴിക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് കഴിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ അത് ഭയങ്കര പുളിയുള്ള കേടാണെന്നുണ്ടെങ്കിൽ ആസിഡിറ്റി കൂട്ടും. അതുകൊണ്ട് അധികം പുളിയില്ലാത്ത കേട് ഉപയോഗിക്കുന്നത് തെറ്റില്ല, നല്ല ശരീരത്തിന് നല്ലതുമാണ്. അതുപോലെ സ്റ്റൊമക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ മിൽക്ക് കൺസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണ്? മിൽക്ക് ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ്. പ്രോട്ടീനുണ്ട്, പക്ഷേ അതിനകത്ത് കാൽസ്യവും ഉണ്ട്. അതുകൊണ്ട് പൊതുവേ മിൽക്ക് നമ്മൾ കഴിക്കാൻ പറയുമെങ്കിലും അമിതമാവരുതെന്നാണ് നമ്മളടുത്ത് പറയുന്നത്. കാരണം ഈ കാൽസ്യം തന്നെ നമ്മളെ ആസിഡിറ്റി കൂട്ടാം. അതുകൊണ്ട് ഞാൻ പറയാറുള്ളത് 1-2 ഗ്ലാസ് മിൽക്ക് കഴിക്കുന്നത് തെറ്റില്ല, പക്ഷേ അതിനപ്പുറത്തേക്കാകുന്നത് നല്ലതല്ല. ഈ ലാക്ടോസ് ഇൻടോളറൻസ് ഒക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാമല്ലോ അല്ലേ? കൂടുതൽ പ്രത്യക്ഷ വരുന്നത് ചിലപ്പോൾ ലേറ്റ് ഏജിലായിരിക്കാം ലാക്ടോസ് ഇൻടോളറൻസ്. ഇന്നലെ എൻ്റെ ഒരു പേഷ്യൻ്റ് വന്ന് അവർക്ക് നേരത്തെ പ്രയാസമില്ലായിരുന്നു. ഇപ്പം മിൽക്കിൻ്റെ ഏത് പ്രൊഡക്റ്റ് കഴിച്ചാലും പ്രയാസം. അപ്പം അങ്ങനെയുള്ളവർക്ക് മിൽക്ക് പ്രൊഡക്ട്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ഐസ്ക്രീം ആയാലും മറ്റ് മിൽക്ക് ഐറ്റംസ് ആയാലും കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ ആൻറ്റിഡോട്ട് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ സ്റ്റീറോയിഡ്സ് കൊടുത്തുകൊണ്ടൊന്നും കാര്യമില്ല. പക്ഷേ നമ്മൾ അവരുടെ അടുത്ത് ഒരു ആൾട്ടർനേറ്റീവ് സജഷൻ പറയാറുള്ള ഒരു സോയ മിൽക്ക് വേണമെങ്കിൽ കഴിക്കുന്നതിൽ തെറ്റില്ല. ഈ റൈബോഫ്ലാവിൻ ഡെഫിഷ്യൻസി ഉള്ള ചില പേഷ്യൻസ് നമുക്ക് ക്ലിനിക്കിൽ കാണാറുണ്ട്. ടങ്ങിൻ്റെ ശരിക്കും നമുക്ക് റൈബോഫ്ലാവിൻ ഡെഫിഷ്യൻസി ചൂണ്ടിക്കാണിച്ചു തരാറുള്ളത് ഡെൻറ്റിസ്റ്റുകളാണ്. അതെ, അവരാണ് കൂടുതലും ആദ്യമായിട്ട് ഡെഫിഷ്യൻസി വായിലാണല്ലോ കൂടുതൽ അതിൻ്റെ സിംറ്റംസ് അപ്പിയർ ചെയ്യുക. അവരാണ് നമ്മളെ കണ്ടിട്ട് റൈബോഫ്ലാവിൻ ഡെഫിഷ്യൻസി ആയിരിക്കണമെന്ന് പറഞ്ഞിട്ട് റൈബോഫ്ലാവിൻ നമുക്ക് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ ഗട്ടിലാണ് അതിൻ്റെ അബ്സോർപ്ഷൻസ് നടക്കുന്നത്. അത് റൈബോഫ്ലാവിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴത്തേക്ക് ഗട്ടിന് വീണ്ടും പ്രയാസം ഉണ്ടാക്കാറുണ്ട്. ഒന്നുകൊണ്ട് അബ്സോർപ്ഷൻ കുറഞ്ഞതുകൊണ്ട്, ഒന്ന് ഷോർട്ട് ഗട്ട് സിൻഡ്രോം എന്ന് പറയുന്നത് ചെറിയ ഗട്ട് എന്തെങ്കിലും കാരണവശാൽ മുറിച്ച് മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ ഫങ്ഷൻ ഇല്ലാതെ മാറുകയോ ചെയ്യുന്ന ഗട്ടുകൊണ്ട് അതിനെ ഷോർട്ട് ഗട്ട് എന്ന് പറയും. അതുപോലെ തന്നെ ഈ നമ്മുടെ മറ്റു ചില അസുഖങ്ങളുണ്ട്, സീലിയാക് ഫ്ലൂ എന്നൊക്കെ പറയുന്ന അസുഖങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്ന അസുഖങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളിൽ ഇതിൻ്റെ അബ്സോർപ്ഷൻ കുറവായിരിക്കും. ഇത് അബ്സോർപ്ഷൻ കുറഞ്ഞാൽ തന്നെ അത് തിരിച്ച് അതായത് ഗട്ടിനെ വീണ്ടും അതിനെ അഫക്റ്റ് ചെയ്യുകയും ഒരു ലീക്കിംഗ് കട്ടായിട്ട് മാറുന്നൊരവസ്ഥയും ഉണ്ടാകാറുണ്ട്. ഈ റൈബോഫ്ലാവിൻ ഡെഫിഷ്യൻസി കൂടുതലും ഡെൻ്റൽ ഡോക്ടേഴ്സാണ് നമുക്ക് റെഫർ ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇത് റൈബോഫ്ലാവിൻ സപ്ലിമെൻറ്റേഷൻ നമ്മൾ എത്ര നാൾ എടുക്കണം? അത് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ബാരിയാട്രിക് സർജറി ഒക്കെ ചെയ്തതിന് ശേഷം അതുപോലെ ഒരു തരത്തിലുള്ള ഷോർട്ട് കട്ട് സിൻഡ്രോം ആണല്ലോ വരുന്നത്. സർജറി ചെയ്തതിന് ശേഷം നമ്മൾ 3 മന്ത്ലി അവരെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കും. ബാരിയാട്രിക് സർജറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അവിടെ നമ്മൾ ഏകദേശം 250 സെൻറ്റിമീറ്ററോളോ അല്ലെങ്കിൽ 300 സെൻറ്റിമീറ്ററോളോ നമ്മൾ ഗട്ടിനെ ബൈപ്പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് കൂടുതൽ ഈ സാധനങ്ങളൊക്കെ അബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് നിശ്ചയമായിട്ടും ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്തതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിലവർ കപ്പലിലൊക്കെ ആയിരിക്കും 6 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ കപ്പലില്ലാത്താക്കി അങ്ങനെ ഒന്നും ടെസ്റ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഇല്ലാത്തവർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യാറ് കൂടില്ല. ഈ തരത്തിലുള്ള സർജറി സജസ്റ്റ് ചെയ്യാറ് അവർക്ക് വേറെ സ്ലീവ് ഗാസ്ട്രക്ടമി എന്നുള്ള ഇതാണ്. കാരണം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ മസ്റ്റ് എന്ന് പറയുന്നത്. ഡോക്ടർ, ഈ ഒരു സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി ഈ ഒരു ഫീൽഡിൽ എത്ര വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു? ഞാൻ ഏകദേശം 25 കൊല്ലമായിട്ട് സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായിട്ട്. ഒരു പക്ഷേ ഈ ടൗണിൽ തിരുവനന്തപുരത്ത് ഏറ്റവും സീനിയർ മോസ്റ്റ് പ്രാക്ടീസിങ് സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഞാനായിരിക്കും. എൻ്റെ മെയിനായിട്ടുള്ള ഇൻട്രസ്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് കീ ഹോൾ സർജറിയാണ്. കീ ഹോൾ സർജറി തന്നെ എൻ്റെ മെയിനായിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻസറിന് വേണ്ടി കീ ഹോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ക്യാൻസർ ശസ്ത്രക്രിയ കീ ഹോൾ വഴി ചെയ്യാമെന്നുള്ള ധാരണ പോപ്പുലറായത്
ഈ അടുത്ത കാലത്താണ്. പക്ഷേ അങ്ങനെ പോപ്പുലർ അല്ലായിരുന്ന കാലത്ത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ ഒരു സർജനാണ് ഞാൻ. ഇപ്പം ക്യാൻസറിൻ്റെ ഈ ട്രീറ്റ്മെൻറ്റായിട്ട് ലാബിൽ ചെയ്ത് അത് ഏകദേശം എത്ര കേസസ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ? ഞാൻ അതായത് മൊത്തം കേസുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 60,000-ലോ 70,000-നോ അടുത്ത്, കാരണം കറക്റ്റ് കൗണ്ട് എനിക്കറിയില്ല. അതിനകത്ത് ക്യാൻസർ ഞാൻ ഏകദേശം 2004 തൊട്ട് ക്യാൻസറിന് കീഹോൾ ശസ്ത്രക്രിയ ചെയ്തു തുടങ്ങി. അത് എല്ലാം കൂടെ എടുത്ത് നോക്കി ഒരു 15,000 എണ്ണമെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ക്യാൻസർ ഒരേ ഇനത്തിൽപ്പെട്ട നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊളോറക്ടൽ ക്യാൻസറാണ്. കൊളോറക്ടൽ പ്രത്യേകിച്ചും കീഹോൾ ശസ്ത്രക്രിയയുടെ ഗുണം ഏറ്റവും കൂടുതലുള്ളത് കൊളോറക്ടൽ ഏരിയയിലാണ്. അത് കൊളോറക്ടൽ ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ അത് ഒട്ടുമിക്ക കേസുകളിലും ഒരു 90% കേസുകളിൽ നമുക്ക് ക്യൂറാക്കാൻ പറ്റുമെന്ന്. നമുക്ക് ക്യൂർ എന്നുള്ള വാക്ക് ക്യാൻസറിൻ്റെ കാര്യത്തിൽ ഇച്ചിരി ഗോഡഡ് ആയിട്ടേ ഉപയോഗിക്കാൻ പറ്റും. നമുക്കൊരു പാങ്ക്രിയാസിക് ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലിവർ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ക്യൂർ എന്നുള്ള വാക്ക് നമ്മൾ ഇച്ചിരി ഒന്ന് പുറകോട്ട് നിന്നിട്ടേ പറയുള്ളൂ. കാരണം വെച്ചാൽ അതിൻ്റെ ക്യൂറിൻ്റെ സാധ്യതകൾ കുറവാണ്. സ്റ്റമക്ക് ക്യാൻസറിനും അതുപോലെ, അന്നനാളത്തിലെ ക്യാൻസറിനും ഇതുപോലെ തന്നെയാണ്. ക്യൂർ അതായത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അസുഖം മാറി നീ ദീർഘകാലം ജീവിക്കാമെന്ന് പ്രത്യാശ കൊടുക്കുന്ന ഒരു വാചകം നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം കൊളോറക്ടൽ ക്യാൻസർ അങ്ങനെയല്ല. ആ പ്രത്യാശ നമുക്ക് കൂടുതൽ ആൾ പേർക്കും, ചിലവർ ലേറ്റ് സ്റ്റേജിലായിരിക്കും വരുന്നത്, പക്ഷേ നേരത്തുള്ള സ്റ്റേജിൽ കൃത്യമായി വന്നു കഴിഞ്ഞാലും കൃത്യമായ രീതിയിൽ നമുക്കതിന് ഗൈഡ് ലൈൻസൊക്കെ ഉണ്ട്, ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ്. അപ്പോൾ എനിക്ക് ആ ഗൈഡ് ലൈൻ മാറ്റാനൊന്നും പറ്റില്ല, മനസ്സിലായില്ലേ? നമുക്ക് ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് റെക്ടൽ ക്യാൻസർ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റേജിനനുസരിച്ചിട്ടാണ് നമ്മൾ സർജറിയാണോ ആദ്യം ചെയ്യുക, അതോ കീമോതെറാപ്പിയോ റേഡിയോതെറാപ്പിയോ ആണോ ആദ്യം കൊടുക്കുക, അതിലെത്ര നാൾ കീമോതെറാപ്പിയോ റേഡിയോതെറാപ്പി എടുക്കണം, അതിനുശേഷം ഗ്യാപ്പ് ഇടണോ, ഇതൊക്കെ നമ്മൾ നിശ്ചയിക്കേണ്ടുന്നത് അതിൻ്റെ സ്റ്റേജ് അനുസരിച്ചിട്ടാണ്. ആ സ്റ്റേജ് അനുസരിച്ചിട്ട് നമ്മളൊരു അതെല്ലാം ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസാണ്. ആ ഗൈഡ് ലൈൻ വെച്ചിട്ട് നമ്മൾ നിശ്ചയിക്കുകയും നമ്മൾ സർജറിയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് ആദ്യം ചെയ്യുകയും ചെയ്തു. ഇപ്പം റെക്ടൽ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ലാപ്രോസ്കോപ്പി സർജറിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് ഒന്ന് പാടുകളില്ല എന്നുള്ളത് കേവലം സൗന്ദര്യത്തിൻ്റെ പ്രശ്നം മാത്രമല്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രൈമറി എയിം. അപ്പം ഒരു ക്യാൻസർ നീക്കം ചെയ്യുമ്പം ക്യാൻസർ മാത്രമല്ല നീക്കം ചെയ്യുന്നത്, ക്യാൻസർ അടുത്ത ഘട്ടത്തിൽ പോയാൽ പടരാനുള്ള സാധ്യതയുള്ള കടലകൾ ഉൾപ്പെടെയുള്ള ഏരിയയും കൂടെ നമ്മൾ എടുത്ത് മാറ്റേണ്ടി വരും, നോട്ട്സ്. അപ്പോൾ അത് ഈ കടലകളുള്ള ഏരിയകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ കുടലിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ മലാശയത്തിന് കൊടുക്കുന്ന രക്തക്കുഴലിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ കടലകളും സഞ്ചരിക്കുന്നത്, നിലകൊള്ളുന്നത്. അപ്പോൾ ആ ഏരിയയിലോട്ട് കൊടുക്കുന്ന നിശ്ചിത അളവിലുള്ള രക്തക്കുഴലുകളെയും കൂടി നമ്മൾ എടുത്തു മാറ്റണം, എന്നാലേ അത് ക്യാൻസർ അത് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അതിന് റാഡിക്കാലിറ്റി എന്നാണ് നമ്മുടെ ഭാഷയിൽ പറയുന്നത്. അങ്ങനെ റാഡിക്കാലിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ കീഹോൾ സർജറി അതിനകത്ത് മാഗ്നിഫിക്കേഷൻ ഉള്ളത് കാരണം, അതായത് നമ്മളൊരു വസ്തുവിനെ വസ്തുവായിട്ട് കാണുന്നത് നമ്മൾ നഗ്നനേത്രം കൊണ്ട് കാണുമ്പോൾ അതിൻ്റെ സൈസ് മാത്രമേ കാണുന്നുള്ളൂ. അതേസമയം ഒരു ക്യാമറ കൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മാഗ്നിഫൈ ചെയ്ത് കാണാം. ക്യാമറ അടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഇതിന് വലിയൊരു ആകാരത്തിലുള്ളൊരു സംഭവമായിട്ട്. അപ്പോൾ ഈ ക്യാമറയുടെ മാഗ്നിഫിക്കേഷൻ അനുസരിച്ചിട്ട് വളരെ സൂക്ഷ്മമായ അംശങ്ങളിലൂടെ കടന്നു ചെല്ലുകയും ഈ റാഡിക്കാലിറ്റിയെ നമുക്ക് കംപ്ലീറ്റ് റാഡിക്കാലിറ്റി ആയിട്ട് മാറ്റുകയും ചെയ്യാൻ പറ്റും. അതൊന്ന്. അപ്പോൾ നമ്മൾ ലിംഫ് നോഡ് ഈൽഡ് എന്ന് പറയും, നമ്മൾ ഈ കടലകളുടെ എണ്ണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കൊളോറക്ടൽ സർജറിയിൽ മിനിമം 12 കടലകളെങ്കിലും ഒരു ക്യാൻസറിൻ്റെ കൂടെ നീക്കം ചെയ്യണമെന്ന് നിർബന്ധമാണ്. അതില്ലാന്നുണ്ടെങ്കിൽ ആ ശസ്ത്രക്രിയ അപൂർണമാണെന്നാണ് നമ്മൾ പറയുന്നത്. അവർക്ക് ഒരു പക്ഷേ നമ്മൾ ഈ ശസ്ത്രക്രിയയുടെ അപൂർണത കൊണ്ട് മാത്രം കീമോതെറാപ്പി കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ റേഡിയോതെറാപ്പി കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാകാം. അതുകൊണ്ട് നമ്മുടെ ഭാഗം വളരെ ക്ലിയർ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഈ ലിംഫ് നോഡുകളുടെ എണ്ണം 12 എങ്കിലും, സാധാരണ നമ്മൾ കീഹോൾ സർജറി ചെയ്യുമ്പോൾ 30-40 ഈ കൊളോറക്ടൽ സർജറി കിട്ടുന്നത്. പക്ഷേ 10-ൽ കുറവുള്ള സംഖ്യകളുള്ള ശസ്ത്രക്രിയ ചെയ്തിട്ടുള്ള ഓപ്പൺ സർജറി ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും ശസ്ത്രക്രിയയുടെ പൂർണ്ണത, അതിൻ്റെ റാഡിക്കാലിറ്റി കീഹോൾ സർജറിയിൽ മാക്സിമം ആണെന്നുള്ളത്. അതുകൂടാതെ ശസ്ത്രക്രിയ കഴിഞ്ഞാണ് നമ്മൾ ഈ കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയോതെറാപ്പി അതും നമ്മൾ വീണ്ടും സ്റ്റേജിങ്ങിന് വിടും. ഈ നമ്മുടെ എടുത്ത സ്പെസിമെൻ സ്റ്റേജിന് വിടും.
ആ സ്റ്റേജ് നമ്മൾ ഏത് ലെവൽ വരെ ആയിട്ടുണ്ടെന്ന് നോക്കും. ആ ലെവൽ അനുസരിച്ചിട്ടാണ്, അപ്പോൾ അതിനൊരു കണക്കുണ്ട്. ആ കണക്കനുസരിച്ചിട്ടാണ് ഈ ഇദ്ദേഹത്തിന് റേഡിയേഷൻ കൊടുക്കണോ, കീമോതെറാപ്പി കൊടുക്കണോ, രണ്ടും കൂടി കൊടുക്കണോ, അത് എപ്പോൾ കൊടുക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് സാധാരണ രീതിയിൽ ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ഹീലിംഗ് ടൈം ഉണ്ടല്ലോ. വലിയൊരു മുറിവല്ലേ ഓപ്പൺ സർജറി ഉണ്ടാകുന്നത്, വയറ് മുഴുവൻ തുറന്നു വെച്ചിട്ടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിന് ഒരു 3 മാസമെങ്കിലും മിനിമം താമസം ഉണ്ടാവും. അതായത് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഉള്ളൊരു മിത്താണ് ലൈക്ക് ഓപ്പൺ സർജറി ആണോ കീ ഹോൾ സർജറി ആണോ എപ്പോഴും നല്ല കാര്യം. പൊതുവേ ഉള്ള ഒരു ജനസമൂഹത്തിന് അത് എനിക്ക് ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ ഞാൻ ഈ തുടങ്ങിയ കാലം എന്ന് പറഞ്ഞാൽ ക്യാൻസർ സർജറി തീരെ ലാപ്രോസ്കോപ്പി വഴി അല്ലെങ്കിൽ കീ ഹോൾ സർജറി വഴി ചെയ്യാതിരിക്കുന്നത് 2004 എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കാമെന്നുള്ളൂ. അന്ന് കൂടുതലും ഈ സ്റ്റെറിലൈസേഷൻ മുന്തിയംകരണത്തിന് മാത്രമാണ് കീ ഹോൾ സർജറി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഒത്തിരി വളർന്നു. 2004 എന്ന് പറയുന്നത് 2005 ഇതിൻ്റെ ആദ്യത്തെ റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഉണ്ടായത് തന്നെ. അപ്പോൾ ഉണ്ടാകുന്നതിന് മുമ്പേ പരീക്ഷണം നടത്തിയാലോ ഇത് പബ്ലിഷ് ചെയ്ത് വരാൻ പറ്റുള്ളൂ. ആ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ തുടങ്ങി എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ എനിക്ക് രോഗികളെ കൺവിൻസ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ കൺവിൻസ് ചെയ്യേണ്ടി വന്നത് നമുക്ക് ചുറ്റുമുള്ള സർജറി സമൂഹത്തെയാണ്, സർജൻസിനെയായിരുന്നു. കാരണം വെച്ചാൽ അവരുൾപ്പെടെ വിചാരിച്ചിരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നതല്ലേ, പിന്നെ അതിനെക്കാട്ടി വലിയ സംഭവം ഉണ്ടോ, ക്യാമറ കൊണ്ട് മുഴുവൻ കാണാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണ ഒരുപക്ഷെ നേരിട്ട് ഈ സർജറി കണ്ടിട്ടില്ലാത്തവരുടെ സർജൻസിൻ്റെ ഇടയിലുണ്ടായിരുന്നു. അവരെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ഇപ്പോഴത്തെ ജനറേഷനിലുള്ള സർജൻസിന് ഒരുപക്ഷെ ആ ഒരു ടാസ്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല. അത് ഇപ്പോൾ ഒരു സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അവരെ നമ്മൾ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത് പലരും നമുക്ക് എഗെയിൻസ്റ്റായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. ഈവൻ പേരെടുത്ത ക്യാൻസർ സെൻറ്റേഴ്സ്, ഞാൻ പ്രത്യേകിച്ച് പേര് പറയുന്നില്ല, സെൻറ്റേഴ്സിൽ നമ്മൾ ഈ കീ ഹോൾ സർജറി ക്യാൻസറിന് വേണ്ടി ചെയ്തിട്ട് കീമോതെറാപ്പിക്കോ റേഡിയോതെറാപ്പിക്കോ വേണ്ടി അയക്കുമ്പം ഇത് ക്യാൻസർ കീ ഹോളോ ചെയ്തിട്ട് വന്നു, പ്രസിദ്ധമായ ക്യാൻസർ സെൻറ്റേഴ്സിൽ പറയുന്നതാണ്. അപ്പോൾ പേഷ്യൻറ്റിന് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്തായിരിക്കാം നമ്മളെ പറ്റിയുള്ള. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. പക്ഷേ അത് ആ കാലഘട്ടം മാറി. ഇപ്പം ക്യാൻസറിന് വേണ്ടി കീ ഹോൾ സർജറി ചെയ്യുന്നത് സർവ്വസാധാരണമായിട്ട്. അന്നൊക്കെ ടി വിയിൽ വന്നിരുന്ന് പറയുക, അന്ന് സോഷ്യൽ മീഡിയ ഇല്ലല്ലോ, ഏതെങ്കിലും മാർഗ്ഗങ്ങളുള്ള ജനങ്ങളിലെത്തിക്കുക എന്നുള്ള വലിയൊരു കർമ്മവിരോധി പരിപാടിയായിട്ട് നമ്മൾ ഏറ്റെടുത്തിരുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് പ്രയോജനം കിട്ടി. ഇപ്പോഴത്തെ ജനറേഷന് ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയാണ് ഇതിനൊക്കെ അല്ലേ, ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇതിന് കീ ഹോൾ ഉണ്ടോ എന്നുള്ള ചോദിക്കുന്നത്. കാര്യം ഇപ്പം എല്ലാവരും ChatGPT ആണ്, അത് പറയുന്ന ഇപ്പം എല്ലാവർക്കും വിശ്വാസം. അതെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നതല്ല, ഈ ഓപ്പൺ സർജറി ചെയ്യുമ്പോൾ 3 മാസമെങ്കിലും ഒരു കാലതാമസമുണ്ട് അടുത്ത സ്റ്റേജ് ഓഫ് കീമോതെറാപ്പി റേഡിയോതെറാപ്പിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. ഇത് ചെറിയ മുറിവുകളായതുകൊണ്ട് ഇത് പെട്ടെന്ന് ഹീൽ ചെയ്യും. നിങ്ങൾക്ക് 2 ആഴ്ചക്കുള്ളിൽ തന്നെ അടുത്ത സ്റ്റേജിലോട്ട്. അപ്പം അഥവാ അതിൻ്റെ ഏതെങ്കിലും അംശങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരാനുള്ള സാധ്യത ഈ കീ ഹോൾ സർജറിയോട് ഇല്ലാതാവുന്നു. കാരണം ഗ്യാപ്പ് കുറയുന്നു, കീമോതെറാപ്പി കൊടുക്കാനുള്ള ഗ്യാപ്പ് കുറയുന്നത് കൊണ്ട് അതുകൊണ്ട് ക്യൂറിനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ആളുകൾ വിശ്വസിക്കത്തില്ലായിരിക്കാം, പക്ഷെ അതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇത് വിശ്വസിക്കുന്ന ഒരു പറ്റം പേഷ്യൻസ് ഡോക്ടറുണ്ടല്ലോ. ഉണ്ട്. ഞാൻ ഏകദേശം 3600ഓളം കോളോറക്കൽ ക്യാൻസർ കീ ഹോൾ സർജറി വഴി ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഫോളോ അപ്പിലുണ്ട്. എല്ലാവരും ഈവൻ 10-15 വർഷം കഴിഞ്ഞിട്ട് വന്നിട്ട് ടെസ്റ്റിമോണിയൽസ് തരുന്നവരുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് ടെസ്റ്റിമോണിയൽസ് വലിയൊരു ഇതാണ്. അന്നൊന്നും ഈ ടെസ്റ്റിമോണിയൽസ് അന്നൊരു പക്ഷേ 15 വർഷത്തിന് മുമ്പ് 16 വർഷത്തിന് മുമ്പ് ഓപ്പറേറ്റ് ചെയ്ത് നമ്മൾ എവിടെ കൊണ്ട് ഇടാനായി ഈ സാധനമൊക്കെ. അന്ന് യൂട്യൂബും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, ഒരു സാധനവും ഇല്ല, പിന്നെ ഇൻസ്റ്റാഗ്രാം ഇല്ല. അവർക്ക് ഈ സാധനം നമ്മൾ എടുത്തു വെച്ചിട്ടോ വീഡിയോ എടുത്തു വെച്ചിട്ട് എന്ത് പ്രയോജനം? പക്ഷെ അതിൻ്റെയൊക്കെ അത്രയും വർഷങ്ങൾക്ക് ശേഷം ഫോളോ അപ്പിന് വരുന്ന പേഷ്യൻസ് നമുക്ക് ടെസ്റ്റിമോണിയൽ തരുമ്പോൾ അതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം വേറെ തന്നെയാണ്. അതും ഒരു സ്റ്റിഗ്മ നിലനിൽക്കുന്ന ഒരു ഡിസീസിൽ, തീർച്ചയായിട്ടും ക്യാൻസറിന് വേണ്ടി ഇനി ക്യാൻസർ ആയിരുന്നു എന്ന് പറയാൻ പലർക്കും ഭയമുള്ളൊരു സംഭവം. പക്ഷെ 10-15 വർഷത്തിന് ശേഷം സർവൈവ് ചെയ്തതിനു ശേഷം പിന്നെ ഭയമുക്തരായവർ പറയുന്നതിനകത്ത് തെറ്റില്ല.
പക്ഷേ അതൊരു വളരെയധികം ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു സംഭവം. പ്രത്യേകിച്ച് അത് എനിക്കും വലിയൊരു ടെസ്റ്റിമോണിയലാണ് ഡോക്ടറിന് തരാനുള്ളത്. കാര്യം എൻ്റെ അമ്മയുടെ ഭയങ്കര ഒരു ഡിഫിക്കൾട്ട് കേസായിരുന്നു ചെയ്യാനായിട്ടൊരു ഡൈവർട്ടിക്കുലൈറ്റിസ് സിവിയറായിട്ട്. ഈവൻ ഞാൻ പേരെടുത്ത് പറയുന്നില്ല എവിടെയൊക്കെ പോയി എന്നുള്ളത്. ഹോസ്പിറ്റൽസിലെല്ലാം പോയി, പലരും കണ്ടു. അമ്മ ഒബീസ് ആയതുകൊണ്ട് ആരും കൈ വയ്ക്കാതെ ഇത്രയും നാളും പോയില്ല, ഇനി കുറച്ച് നാളും കൂടെ ഓക്കെയാണ്, കുഴപ്പമില്ല, ഇനി എന്തെങ്കിലും ഒരു സിംറ്റം വേഴ്സായിട്ട് വരുവാണെങ്കിൽ അന്നേരം നമുക്കൊരു എമർജൻസി സർജറി എന്നുള്ള രീതിയിലായിരുന്നു എല്ലാ ഹോസ്പിറ്റലും പറഞ്ഞിരുന്നത്. അങ്ങനെ ഗോഡ് ഗിവൺ ആയിട്ടാണ് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിയതും. ഇപ്പം ഇത് പറഞ്ഞപ്പോൾ ടെസ്റ്റിമോണിയൽ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും പറയാനിരിക്കുന്നത്. കാര്യം ഇത്രയും നല്ലൊരു സർജറി എൻ്റെ അമ്മ നല്ല വണ്ണം ഉള്ളതുകൊണ്ട് തന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഞാൻ വിചാരിച്ചില്ല. അത് ഇത്ര എളുപ്പമായിരിക്കുന്നു. 1 മാസം കൊണ്ട് തന്നെ ഹിസ്റ്റെക്ടമി ചെയ്തു തോന്നുന്നല്ലേ? അതെ, അതിനൊപ്പം ഹിസ്റ്റെക്ടമി ചെയ്തു. എന്നാലും അത് അത്രയും അത് ഞാൻ ആ ഡിസീസിനെ പറ്റി ഒന്ന് പറയാം. അതായത് അമ്മയ്ക്കുണ്ടായിരുന്നത് ഡയബറ്റിക്കുലൈറ്റിസും ഡയബറ്റിക്കുലർ ആബ്സസും അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഫിസ്റ്റുലൈസേഷനുള്ള സാധ്യതയുള്ളൊരു സമയത്തായിരുന്നു അമ്മ എന്നെ കാണുന്നത്. അപ്പം അത് സിഗ്മോയ്ഡ് കോളനാണ് കൂടുതലും ഡൈവർട്ടിക്കുലൈറ്റിസും ഡയബറ്റിക്കുലർ ആബ്സസ് ഒക്കെ ഉണ്ടാകുന്നത്. അതിൽ ഡോക്ടറിന് തീർച്ചയായിട്ടും ഒരുപാട് അതിനകത്ത് ഒത്തിരി ചലഞ്ചിങ് ആയിരുന്നു എൻ്റെ മദറിൻ്റെ കേസ്. കാര്യം ഓൾറെഡി ഒരുപാട് സർജറി അബ്ഡോമിനോപ്ലാസ്റ്റി ഉൾപ്പെടെയുള്ള സർജറികൾ ചെയ്തിട്ടാണ് എൻ്റെ മുമ്പിൽ വരുന്നത്. അന്നൊരു നല്ല ഒബീസായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള 2 ഇതെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള അഡ്വാൻറ്റേജ് ഞാൻ പറയാം. കാരണം എനിക്ക് ഈ കീ ഹോൾ സാധാരണ രീതി നമ്മളൊരു സ്പെസിമെൻ ഡെലിവറി ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇൻസെഷൻ ഇടാറുണ്ട്. ഒരു മുറിവുണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ ക്യാൻസർ ആയാലും ഏതെങ്കിലും ഒരു ഓർഗൻ്റെ പാർട്ട് എടുത്ത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻസെഷൻ വഴി ഇടാറുണ്ട്. അമ്മയ്ക്ക് ഹിസ്റ്റക്ടമിയുടെ ആവശ്യമായിരുന്നു ആ ഡിസീസിൻ്റെ പ്രത്യേകത കൊണ്ടിട്ട്. അതുകൊണ്ട് എനിക്ക് ഹിസ്റ്റക്ടമി ചെയ്യുന്ന ഏരിയയിൽ കൂടെ തന്നെ, അത് വജൈനയിൽ കൂടെ തന്നെ സ്പെസിമെൻ എടുക്കാൻ പറ്റി എന്നുള്ളതാണ്. സ്പെസിമെൻ എടുക്കാൻ പറ്റിയത് കൊണ്ട് തന്നെ ഈ കീ ഹോൾ സർജറിയുടെ ചെറിയ ഹോൾസ് മാത്രമേ അമ്മയ്ക്കുള്ളൂ. അതുകൊണ്ട് അമ്മയുടെ ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി പീരീഡ് ഭയങ്കര സുഖമായിരുന്നു, ഭയങ്കര ഫാസ്റ്ററായിരുന്നു. ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്രയും ഫാസ്റ്ററായിട്ട് റിക്കവർ ചെയ്യും എന്നുള്ളത്. ഇപ്പം നമ്മൾ ഏതൊരു സർജറിക്കാണെങ്കിലും കുറേ കോംപ്ലിക്കേഷൻസ് പ്രത്യേകിച്ച് അമ്മയെപ്പോലുള്ള ശരീരമുള്ള ഒരു ആക്കും പ്രത്യേകിച്ച് കോമോബിഡിറ്റീസ് ഉണ്ട്. അമ്മയ്ക്ക് ഒബീസിറ്റി റിലേറ്റഡ് ആയിട്ട് ഒത്തിരി കോമോബിഡിറ്റീസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഉള്ള ഒരാൾക്ക് ഒരു പക്ഷേ ഇത്രയും ഫാസ്റ്റ് റിക്കവറി അത് കീ ഹോൾ സർജറി ചെയ്തുകൊണ്ട് മാത്രമാണ്. അത് പക്ഷേ ഈ പറഞ്ഞ ഹോസ്പിറ്റലിലൊക്കെ ഒരു പക്ഷേ ഓപ്പൺ സർജറി തന്നെ ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് ഭയങ്കര ബുദ്ധിമുട്ടായനെയായിരുന്നു. പക്ഷേ അതിനകത്തൊരു പ്രത്യേകത നമ്മൾ കീ ഹോൾ സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുമ്പോൾ നമ്മൾ പല ബോർഡുകളിലും കാണാറുണ്ട് ലാപ്രോസ്കോപ്പിക് സർജൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഇങ്ങനെയുള്ള ചലഞ്ചിങ് കേസസ് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്ക് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലവർ അപ്പൻഡിക്സ് മാത്രം ഒരു വാൾബാട്ടർ മാത്രം എടുക്കുന്നവരും ലാപ്രോസ്കോപ്പിക് സർജൻ. പക്ഷേ നമ്മൾ പൊതുജനത്തിന് അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആരാണ് ശരിക്കുള്ള ലാപ്രോസ്കോപ്പി സർജൻ, ആരാണ് ഇത്രയും കാലമായിട്ട് ഇത്ര വർഷങ്ങളായിട്ട് ലാപ്രോസ്കോപ്പി ചെയ്തതിനകത്ത് പ്രാവീണ്യം അല്ലെങ്കിൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അറിവോ നേടിയിട്ടുള്ളത് ആരാണ്. ഞാൻ കൂടുതലും ലാപ്രോസ്കോപ്പി ടീച്ച് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ കഴിഞ്ഞ 2007 തുടങ്ങിയാണ് എൻ്റെ ടീച്ചിങ് പ്രോസസ്സ്. ഒരുപാട് സ്റ്റുഡൻസിനെ ആയിരക്കണക്കിന് നമ്മൾ ഈ ഓവർസീസും പഠിപ്പിക്കും. ഇപ്പം ഞാനിപ്പം ചെയ്യുന്നവർക്ക് നമുക്കൊരു എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഉണ്ട്, സേനാധിപൻ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു ഫൗണ്ടേഷനുണ്ട്. അത് ശരിക്കും 2012 ഉദ്ഘാടനം ചെയ്തതാണെങ്കിലും അത് നമ്മുടെ താജ് വിവാൻഡയിൽ വെച്ചിട്ട് ഞാൻ കൊളറക്ടൽ സർജറി പഠിക്കാൻ പോയ, അതായത് ഞാൻ ഈ ലാപ്രോസ്കോപ്പി സർജറി ഇന്ത്യയിൽ നിന്നല്ല ശരിക്കും പഠിച്ചത്. ഞാൻ പഠിച്ചത് സഞ്ചരിച്ചിട്ടാണ്. അന്ന് ഇന്ത്യയിൽ വളരെ തുച്ഛമായ സ്ഥലങ്ങളിൽ മാത്രമേ ലാപ്രോസ്കോപ്പി സർജറി അഡ്വാൻസ് ലാപ്രോസ്കോപ്പിക്ക് വേണ്ടി ചെയ്തിരുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ പണം മുടക്കി പല രാജ്യങ്ങളും സന്ദർശിച്ചു. ഏകദേശം 24 കൺട്രി ഞാൻ സന്ദർശിച്ചു. അതിൽ നിന്നൊക്കെ സ്വായത്തമാക്കിയ അറിവ് കൊണ്ടിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഈ കീഹോൾ സർജറി, ക്യാൻസർ ഉൾപ്പെടെയുള്ള വലിയ രോഗങ്ങൾക്ക് കീഹോൾ സർജറി സാധ്യമാണെന്നുള്ളത് കാണിച്ചു കൊടുക്കുകയും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഞാനത് പറഞ്ഞു വന്നത്, ഞാൻ കൊറിയയിൽ പോയിട്ടാണ് ആദ്യത്തെ കൊളറക്ടൽ സർജറി കാണുന്നതും പഠിക്കുന്നതും. അത് സിയോൺ ഹാൻ കിം എന്ന് പറയുന്ന ഒരു സർജൻ്റെ കയ്യിൽ നിന്നാണ്. വളരെ പ്രസിദ്ധനായിട്ടുള്ള കൊറിയൻ സർജനാണ്. അദ്ദേഹത്തെ ഞാനിവിടെ കൊണ്ടുവന്നു, രാജ് വിവാൻഡയിൽ കൊണ്ടുവന്നു. അദ്ദേഹമാണ് സേനാധിപൻ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ 2012
ജനുവരി 30 ഇന്നാഗുറേറ്റ് എൻ്റെ ടീച്ചിങ് DVDs. അന്ന് DVD ഇല്ല, CD ഉള്ളൂ. CD കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ DVD വന്നത്. അപ്പോൾ CDs ഇറക്കിക്കൊണ്ടാണ്, റിലീസ് ചെയ്തിട്ടാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ 2012 തൊട്ട് 2020 വരെ ഇത് ഒരു ഓൺസൈറ്റ് പ്രോഗ്രാമായിരുന്നു. അതായത് ആളുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് കൊടുക്കും, അവർക്ക് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കൊടുക്കും, അവർക്ക് അവരുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഓഫ് ലാപ്രോസ്കോപ്പി സർജറി, എസ്പെഷ്യലി ഇൻ അഡ്വാൻസ് ലാപ്രോസ്കോപ്പി പറഞ്ഞു കൊടുക്കും. അവരത് തിരിച്ചു കൊണ്ടുപോയി. അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ട്, വിദേശങ്ങളിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷേ കോവിഡ് വന്നതോടുകൂടി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം സജീവമായി. പ്രത്യേകിച്ചും സൂം പോലുള്ള പ്ലാറ്റ്ഫോം പോപ്പുലർ ആവുന്നത് ഇതാണ്. പിന്നെ നമ്മുടെ അറിയാമല്ലോ, യൂട്യൂബ് ചാനലുകൾ, ഓരോ അമ്മമാരിന്ന് പാചക വീഡിയോകളും ഒക്കെ ഇട്ട് പോപ്പുലറാവുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ കോവിഡ്. അങ്ങനെ വെറുതെ ഇരുന്ന് മടുത്ത് ഇത് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കാണ് ഇതെല്ലാം നമ്മുടെ ഡിജിറ്റൽ ട്രാൻസാക്ഷനൊക്കെ അപ്പോഴല്ലേ പോപ്പുലറായത്. കോവിഡ് കൊണ്ട് നഷ്ടമുണ്ടായി, പ്രയോജനം ഉണ്ടായിട്ടുണ്ടെന്നുള്ള വാസ്തവമാണ്. ഇപ്പം ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എല്ലാ ആഴ്ചയും എന്ന് പറഞ്ഞാൽ ഒരു ആഴ്ച പോലും മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്ക് ഞാനിവിടുന്ന് ലോകമെമ്പാടുമുള്ള സർജൻസിനെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി നമ്മൾ ടീച്ചിങ് പ്രോഗ്രാംസ് നടത്തി. ഏകദേശം 2 മണിക്കൂർ, 8 മണി തൊട്ട് 10 മണി വരെ. അതിനകത്ത് ഞാൻ കൊണ്ടുവന്നത് വിവിധ രാജ്യങ്ങളിലുള്ള ഇന്നും ജീവിച്ചിരിക്കുന്ന ഈ നമ്മുടെ ഈ മെത്തേഡുകൾ, പ്രത്യേകിച്ചും ഇപ്പോൾ റെക്ടൽ ക്യാൻസറെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ, ടോട്ടൽ മീസോറെക്ടൽ എക്സിഷൻ എന്ന് പറയുന്ന TME എന്ന് പറയും നമ്മൾ. അത് ഈ പൂർണ്ണതയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിനെ ഒരു ആശയമാക്കി മാറ്റിയെടുത്തത് ബിൽ ഹീൽഡ് എന്ന് പറയുന്നൊരു സർജനാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ 86 വയസ്സുണ്ട്. 86 വയസ്സുള്ള അദ്ദേഹം UK വെച്ചിട്ടാണത് ആശയം ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും പബ്ലിഷ് ചെയ്യുകയും അത് ഒരു പ്ലെയിനിൽ കൂടെ പോകുമ്പോഴാണ്, ഒരു മാർഗത്തിൽ കൂടെ പോകുമ്പോഴാണ് ഈ പൂർണ്ണത കൈവരിക്കുന്നത്. അതിന് പുള്ളി തന്നെ പേരിട്ടു ഹീൽസ് പ്ലെയിൻ. മനസ്സിലായല്ലേ? അപ്പം ഞാൻ ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കി, ഹീൽസ് പ്ലെയിൻ. അത് ആരാണ് ഏറ്റവും അധികം സംസാരിക്കാൻ യോഗ്യൻ? ബിൽ ഹീൽഡ് തന്നെ. ആ ബിൽ ഹീൽഡിനെ തന്നെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ഈ ലോകത്തെമ്പാടുമുള്ള സർജൻസ്, ഏകദേശം 100 കൺട്രികളിൽ നിന്നുള്ള സർജൻസ് ഇതിനകത്ത് 1500-1600 പേര് ഈ പ്ലാറ്റ്ഫോമിനകത്ത് അവർക്ക് സൗജന്യമായി ലിങ്ക് കൊടുത്തു. സൗജന്യമാണെന്ന് പറഞ്ഞാൽ ഞാനൊരു ഡേറ്റയും ചോദിച്ചില്ല, ഞാനൊരു അവരുടെ ഇമെയിൽ അക്കൗണ്ട് ചോദിച്ചില്ല, അവരുടെ ഫോൺ നമ്പർ ചോദിച്ചില്ല. നമ്മൾ സോഷ്യൽ മീഡിയ ഇത് പ്രചരിപ്പിക്കുമ്പോൾ ഇത് ഫ്രീ ആയിട്ടുള്ള നോളജ് അല്ലേ, ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. അതും ഒരു ലിങ്ക് വയ്ക്കുമ്പം സാധാരണ രീതി നമുക്ക് ഈ വെബിനാറുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം, ഈ പ്രസൻറ്റ് ചെയ്യുന്ന ആൾക്കും കേൾവിക്കാരനും 2 ലിങ്കുകളായിരിക്കും. ഇത് ഞാൻ ആ ഒരു സ്വഭാവത്തെ മറിച്ചിട്ട് ഈ 2 പേർക്ക് ഒരേ ലിങ്ക്. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ പ്രസൻ്റ് എടുത്ത് ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കാം. മനസ്സിലായില്ലേ? ഡയറക്റ്റ് ചോദിക്കുമ്പോൾ ഇത്രയും ഹോളിപ്ലേ അദ്ദേഹം 1983 ഇത് കണ്ടുപിടിച്ചത്. 83 കണ്ടുപിടിച്ച ആ മനുഷ്യൻ ഇന്നും ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇത് ബിൽ ഹീൽഡിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ നമ്മൾ പെരിട്ടോണിയൽ മെറ്റസ്റ്റസിസ് എന്ന് പറയുന്ന ഇതുണ്ട്. അതായത് നമ്മുടെ ഉദര രോഗത്തിനകത്ത് എന്തെങ്കിലും ഇത് വരികയാണെങ്കിൽ, അത് കൂടുതൽ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവരണത്തിൽ, പെരിട്ടോണിയൽ ക്യാവിറ്റിയുടെ ആവരണത്തിന് ഈ ക്യാൻസർ ബാധിച്ച്, പക്ഷെ അതിനും പ്രതിവിധി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സർജനുണ്ട്. ഷുഗർ ബേക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹൈപ്പെക് എന്ന് പറയുന്നൊരു സിദ്ധാന്തം. അതായത് നമ്മൾ അതിൻ്റെ ആവരണം റിമൂവ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ കീമോതെറാപ്പി അവിടെ കൊടുക്കുക, ഒരു നിശ്ചിത ടെമ്പറേച്ചർ കൊടുക്കുക. അതാണ് ഹൈപ്പെക് എന്ന് പറയുന്നതിൻ്റെ ആശയം എന്ന് പറയുന്നത്. പോൾ ഷുഗർ ബേക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, പോൾ H. ഷുഗർ ബേക്കർ. അദ്ദേഹത്തിന് ഇതേപോലെ 86 വയസ്സാണ്. ഇവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവർക്ക് ആക്സസ് ഉള്ളത്. അതുപോലെ തന്നെ അവരോട് നമുക്ക് നേരിട്ട് സംവാദിക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തെ കൊണ്ടുവന്നു എന്നിട്ട് ഈ ലിങ്ക് ഞെക്കി അകത്ത് കയറുന്നവർക്ക് നേരിട്ട് സംവാദിക്കാനുള്ള ഒരു അവസരം കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് പോപ്പുലറായി. ഈ വെബിനാർ സീരീസ് എന്ന് പറയുന്നത് ഞാൻ ഏകദേശം 100-ലധികം വെബിനാറുകൾ ചെയ്തു. എല്ലാ ആഴ്ചയും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ.
അങ്ങനെ ലോകത്ത് ആരൊക്കെ എന്തൊക്കെ കണ്ടുപിടിച്ചോ, എന്തൊക്കെ പോപ്പുലറൈസ് ആക്കിയോ. ഇപ്പം ERCP ലോകത്ത് ERCP എന്ന് പറയുന്ന എൻഡോസ്കോപ്പ് വഴി പിത്തക്കുഴലിലേക്ക് കല്ല് നീക്കം ചെയ്യുന്നൊരു പ്രക്രിയയാണ്. അത് കണ്ടുപിടിച്ച ജപ്പാനിലാണെന്നുണ്ടെങ്കിൽ അതിനെ പോപ്പുലറൈസ് ചെയ്തത് വേറൊരു കക്ഷിയാണ്. പീറ്റർ കോട്ടൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ആരൊക്കെ അന്ന് ജീവിച്ചിരിപ്പുണ്ടോ, ഇതിൻ്റെ തലതൊട്ടന്മാർ കണ്ടുപിടിച്ചവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. അവരെ മുഴുവനും കണ്ടെത്തി അവരുമായിട്ട് ആശയവിനിമയം നടത്തി അവരെ ഈ പ്ലാറ്റ്ഫോമിൽ അത് നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ജോൺ വിൻസൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ന്യൂസിലൻഡുകാരനാണ്. നമ്മുടെ ടൈം അവരുടെ ടൈം ഡിഫറെൻ്റാണ്. അപ്പോൾ ഞാൻ 8 മണിക്കാണ് നടത്തുന്നത്. അതെനിക്ക് വാശിയായിരുന്നു. കാരണം വെച്ചാൽ എല്ലാ രാജ്യങ്ങളിലും എത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം തിരഞ്ഞെടുത്തേ പറ്റൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടൈം അത് 1:30-2 മണിക്കോ മറ്റോ ആണ് വെളുപ്പിനെ. അദ്ദേഹം യാതൊരു മടിയും കൂടാതെ ജോൺ വിൻസർ ഈ പാങ്ക്രാറ്റൈറ്റിസിനെ പറ്റിയുള്ളൊരു ടോക്ക് തന്നു. അപ്പോൾ അങ്ങനെ ഒരു കടമ്പയും കൂടെ ഉണ്ട്. അതായത് മറ്റ് രാജ്യങ്ങളിൽ നമ്മുടെ സമയമല്ല, നമ്മുടെ സമയത്തിനനുസരിച്ച് അവർ ഇരിക്കേണ്ടി വരും. ഇപ്പം ജപ്പാനിലെന്ന് പറഞ്ഞാൽ 3:30 മണിക്കൂർ മുന്നെയാണ്, 3 മണിക്ക് ശേഷമാണ് അവരുടെ ടൈം എന്ന് പറയുന്നത്. അതായത് നമ്മൾ 8 മണിക്കുമ്പോൾ അവർക്ക് 11:30 മണിയാണ്. ഒരു ടോക്ക് കഴിയുമ്പോഴത്തേക്ക് 1:30 മണിയാവും. മനസ്സിലായില്ലേ? എന്നാൽ യാതൊരു മടിയും കൂടാതെ ഈ മനുഷ്യരെല്ലാം ഇതിനകത്ത് നമുക്ക് ടോക്ക് തന്നു. അത് ഭയങ്കര വലിയ പ്രസ്ഥാനമായിട്ട് മാറി. ഇപ്പോൾ നമുക്കൊരു 100 കൺട്രിയിൽ പ്രസൻസ് ഉണ്ട്, 51 കൺട്രിയിൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓരോ കൺട്രിയിലും അതിൻ്റെ അംബാസഡേഴ്സ് ഉണ്ട്. ഈ കൺട്രിയുടെ നമ്മൾ ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കണ്ടിന്യൂസ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സീരീസ് ഉണ്ടാക്കിയിട്ട് അത് അതാത് രാജ്യങ്ങളിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് സർജറി ഏരിയയാണ്. സർജറി തന്നെ കീഹോൾ സർജറി ഏരിയയാണ്. അതിലും തന്നെ ടീച്ചിങ് ആണ് മെയിനായിട്ടുള്ള സംഭവം. നമ്മളിവിടുന്ന് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എത്യോപ്യയിലേക്ക് അവിടുത്തെ സർജൻസിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മൾ ഈ സൂം വഴി ഇവിടുന്ന് ലൈവ് സർജറി കാണിച്ചു കൊടുത്തു, എങ്ങനെയാണ് ചെയ്യേണ്ടുന്നത്. അവരുടെ അതും സൂം വന്നുകൂടി 2 വേ കമ്മ്യൂണിക്കേഷൻ പോസിബിളായല്ലോ. അവിടുന്ന് അവർ ചോദ്യം ചോദിക്കും, നമ്മൾ ആശയ വിനിമയം നടത്തുകയും അവരുടെ സംശയ നിവാരണം നടത്തി കൊടുക്കുകയും ചെയ്യുന്നൊരു സംഭവം. അങ്ങനെ ബൃഹത്തായ ഭക്തി പദ്ധതികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഈ ഒരു ബിസി സ്കെഡ്യൂളിൽ ഈ സിംസിനെയും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എങ്ങനെയാണ്? സിംസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രസ്ഥാനം, അതായത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ആദ്യത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നമ്മൾ ഏറ്റെടുക്കുന്നത്. എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ആണെങ്കിലും എല്ലാത്തിനെയും നമ്മൾ ഒരുപോലെ നോക്കണം. എല്ലാത്തിനും ഓരോ നമുക്ക് സമയം കണ്ടെത്തണം ഒരു കാര്യം. പക്ഷേ ചിലതൊക്കെ നമ്മൾ അസൈൻ ചെയ്യേണ്ടി വരും. ഇപ്പം ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കോട്ടയത്താണ് എനിക്കുള്ളത്. അപ്പോൾ അത് നമ്മളൊരു എൻ്റെ തന്നെ കൂടെയുള്ളൊരു ടീമിനെ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് മാനേജ് ചെയ്യാനായിട്ട്. നമ്മൾ സൂപ്പർവിഷൻ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ മൂവാറ്റുപുഴയിൽ പുതിയൊരു ഹോസ്പിറ്റൽ ഏറ്റെടുക്കുകയാണ്. അപ്പം നമ്മളൊരു സീരീസ് ഓഫ് ഹോസ്പിറ്റൽസാണ് നമ്മുടെ ബ്രെയിനിലുള്ളത്. അടുത്ത കാലത്ത് തന്നെ അതൊക്കെ ഉണ്ടാവും, അത് വേറെ കാര്യം. മൂവാറ്റുപുഴ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞില്ലേ ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് ഇവിടെ ആദ്യം ഇവിടെയൊക്കെ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് സർജറി ചെയ്തത്. അത് പിന്നെ ഈസോഫാജോ കോളോപ്ലാസ്റ്റി എന്നാണ്, കൊളോണി ട്രാൻസ്പോസിഷൻ സിമ്പിളായിട്ട് പറയാം. അതായത് ഒരു അതായിരുന്നു ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് എൻ്റെ ഏജ് അന്ന് ചെറുതായിരുന്നല്ലോ. ഞാനത് 2011 ചെയ്യുന്നത്, 15 കൊല്ലത്തിന് മുമ്പാണ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഈ ഒരമ്മ, പത്തനംതിട്ടയുള്ള ഒരമ്മയാണ്. ആ അമ്മ ഒരു തൈറോയ്ഡ് സർജറി അവിടെ ഒരു ലോക്കൽ ഹോസ്പിറ്റലിൽ ചെയ്തിട്ട് അതിനൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രയാസം ഉണ്ടായത്. അത് നമ്മളൊക്കെ കഴിക്കുന്ന ആഹാരം കടന്നു പോകുന്ന അന്നനാളം ഈ തൈറോയ്ഡ് ചെയ്തപ്പോൾ മുറിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ പ്രയാസം ഉണ്ടായത്. അപ്പം അമ്മ പിറ്റേ ദിവസം ഇഡ്ഡലി കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇഡ്ഡലിയുടെ അംശങ്ങൾ ഇതിൻ്റെ ഭാഗത്തൂടെ വന്നു തുടങ്ങി. അപ്പം സർജനത് ഭയങ്കരമായിട്ട് വ്യാകുലപ്പെട്ട് വീണ്ടും എക്സ്പ്ലോർ ചെയ്ത് എന്തോ ട്രെയിനൊക്കെ ഇട്ടിട്ട്, പക്ഷെ അദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയിലല്ല. അദ്ദേഹം വേറൊരു സ്ഥലത്തോട്ട് വിട്ടു. പക്ഷെ അവിടുന്ന് അമ്മയ്ക്ക് ഒരു ട്യൂബ്, ആമാശയത്തിലൊരു ട്യൂബ് ഇട്ട് കൊടുത്തു. അതായത് ആ ഉദരഭിത്തിയിലൊരു ട്യൂബ് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തൂടെ ഭക്ഷണം കൊടുത്തു, ഇതങ്ങ് ഹീലായിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ അമ്മ ഒരു 8 മാസം അങ്ങനെ കൊണ്ടുവരണമെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വന്നു. ആ ഉമിനീര് അമ്മ ചിരട്ടയിൽ കളക്ട് ചെയ്തുകൊണ്ട്, നമ്മൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ചിരട്ടയും പിടിച്ചുകൊണ്ടാണ് വരുന്നത്. ചിരട്ടയെ കളക്ട് ചെയ്ത് തുപ്പി, കാരണം ഇറങ്ങുന്നില്ല, തുപ്പി. അപ്പോൾ ഞാൻ ആലോചിച്ചു,
ഇതെന്ത് ഇത്രയും ചുരുക്കം അങ്ങനെ വരാൻ കാര്യം എന്താ? തീരെ അങ്ങ് ചുരുങ്ങിപ്പോകത്തക്ക രീതിയിൽ ഈ തൈറോയ്ഡ് സർജറി. പക്ഷേ അത് എനിക്ക് തോന്നുന്നു അതിനെ ഒരുപക്ഷെ അന്നത്തെ ഒരു സ്റ്റെൻറ്റൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അറിയില്ല ചെയ്യാമായിരുന്നു. ഞാനൊരു എൻഡോസ്കോപ്പ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ തൊണ്ടയ്ക്ക് അപ്പുറത്തേക്ക് എൻഡോസ്കോപ്പ് കടന്നു പോകുന്നില്ല. അപ്പോൾ അവിടെ വെച്ചാൽ ചുരുക്കമായിരിക്കുകയാണ്. അപ്പം എനിക്കുള്ള ഒരു വ്യാകുലത, നമ്മൾ അഥവാ ഇത് വെച്ച് കിഴിച്ചോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് എത്തുമെന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഒരു അപ്പുറത്ത് എന്താണെന്ന് അറിയാതെ അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് ഈ ട്യൂബ് എടുത്തിട്ട് അതുവഴി എൻഡോസ്കോപ്പ് ചെയ്ത് നോക്കി. അതായത് ആമാശയത്തിൽ കയറിയിട്ട് പിന്നെ അന്നനാളിലോട്ട് മുകളിലോട്ട് വരാൻ നോക്കിയപ്പോഴും അവിടെയും ഒരു അടഞ്ഞിരിക്കുന്ന ഒരു പ്രതലമാണ് കണ്ടത്. അപ്പോൾ എനിക്ക് ക്യൂരിയോസിറ്റിയായി, അതും തമ്മിലുള്ള ദൂരം എത്രയായിരിക്കാം. ഭാഗ്യത്തിന് എൻ്റെ എൻഡോസ്കോപ്പി സൂട്ടിൽ 2 എൻഡോസ്കോപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു എൻഡോസ്കോപ്പ് മേളിൽ കൂടെയും ഒരു എൻഡോസ്കോപ്പ് താഴെയും കൂടി ഇട്ടിട്ട് നമ്മുടെ എക്സ്റേ സിയാമെന്ന് പറയും, സിയാം വെച്ചിട്ട് അടിച്ചു നോക്കി. എക്സ്റേ വെച്ചിട്ട് അടിച്ചു നോക്കിയപ്പോൾ ഇത് ഏകദേശം 1.5 കശേരുക ദൂരമുണ്ട്. അപ്പോൾ അത് മുറിഞ്ഞ് വേർപെട്ടിരിക്കുന്നു, എന്നിട്ട് അടഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ ഈ ആമാശയത്തിനകത്ത് ട്യൂബ് ഇട്ട കാരണം സാധാരണ രീതി അങ്ങനെ ഉള്ളവർക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആമാശയത്തിനെ തന്നെ, കാരണം ആമാശയം വലിയൊരു അറയാണ്. അപ്പോൾ അതിനകത്തൊരു ചെറിയ ട്യൂബ് ഉണ്ടാക്കിയാലും അന്നാളത്തിന് സമാനമായ ട്യൂബ് ഉണ്ടാക്കിയാലും ആമാശയത്തിനെ അത്ര അഫക്റ്റ് ചെയ്യത്തില്ല. അതേസമയം ഈ ട്യൂബ് ഇട്ടിരിക്കുന്ന കാരണം ഈ നമ്മൾ രക്ത ഓട്ടം ഉൾപ്പെടെയാണ് മേലോട്ട് എടുത്തുകൊണ്ട് വരേണ്ടത്. അന്നനാളത്തിന് പകരമായി കൊണ്ടുവെക്കുന്ന അവയവം ഏതാണോ അതിൻ്റെ രക്തഓട്ടം അവിടെ ഒപ്പം ഉണ്ടാവണം, അല്ലെങ്കിൽ അത് നശിച്ചു പോകും. ഇപ്പോൾ ഈ സ്റ്റൊമക്കിനകത്ത് ട്യൂബ് ഇട്ടിരിക്കുന്ന കാരണം ആമാശയം എടുക്കാൻ പറ്റില്ല. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള ഓർഗൻ എന്ന് പറയുന്നത് വൻകുടലാണ്. വൻകുടലിന് അതേപോലെ ഈ രക്തക്കുഴലുമായിട്ട് ഒപ്പം കൊണ്ടുവരണം. എന്നിട്ട് വൻകുടൽ എടുത്തിട്ട് ബാക്കി വൻകുടലിനെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. ഈ വൻകുടലിൽ ആമാശയമായിട്ട് യോജിക്കണം, കാരണം ആഹാരം ചെന്ന് നിർത്തേണ്ടത് ആമാശയത്തിലാണ്. എന്നിട്ട് അതിൻ്റെ മറ്റേ അറ്റം നെഞ്ച് വഴി, ഹാർട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ നെഞ്ച് വഴി പിന്നെ കഴുത്ത് കൊണ്ടുവരണം. കഴുത്ത് തുറന്നിട്ട് ഈ മുറിഞ്ഞിരിക്കുന്ന അന്നനാളത്തിൻ്റെ മറ്റ് ഭാഗമായിട്ട് കൂട്ടി യോജിപ്പിക്കണം. ഇത് പ്രിസ്ക്രൈബ്ഡ് എസ്റ്റാബ്ലിഷ്ഡ് മെത്തേഡാണ്. ഒരു ഈസോഫേജിൽ ടോട്ടൽ സ്ട്രക്ചർ വന്നാലോ അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന കോളോപ്ലാസ്റ്റി ആണ്. സ്റ്റൊമക്ക് അവൈലബിൾ കൊണ്ടുപോയിട്ടല്ല എന്നുണ്ട്. കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞാൽ ഈ കൊണ്ടുപോകുന്ന ട്യൂബിനെ പറയുന്നത്. പക്ഷേ ഈ കോളൻ എടുത്ത് വെച്ചത് ഓപ്പൺ സർജറി ആയിരുന്നില്ല, കീഹോൾ സർജറി ആയിരുന്നു. അന്ന് വരെ കീഹോൾ സർജറി അങ്ങനെ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചിരുന്നത് 2011 കീഹോൾ സർജറിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ പിന്നെ പരിശോധിച്ചപ്പോഴാണ് അങ്ങനൊരു ലിറ്ററേച്ചറേ ഇല്ല എന്ന് മനസ്സിലാവുന്നത്. മറ്റുള്ളവർ ചെയ്തിട്ടുണ്ടാവുമെന്ന് കോൺഫിഡൻസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ റിട്രോസ്പെക്റ്റീവ് പരിശോധിച്ചപ്പോഴാണ് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്ത് ആദ്യത്തെ ഈ പ്രൊസീജിയർ ചെയ്യുന്ന, അതിനുശേഷം പല പ്രൊസീജിയേഴ്സും എനിക്ക് തന്നെ വന്നിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളിലും ഇന്ത്യയിൽ തന്നെയും മറ്റ് ഡോക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു എനിക്ക് 41 വയസ്സ് മറ്റും ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടറിൻ്റെ ഫാമിലി ലൈഫൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ഒരു ലൈഫിൻ്റെ വീലിനെ പറ്റി. അതായത് നമ്മളൊരു സോഷ്യൽ ജീവിയാണ്, അതുപോലെ നിങ്ങളൊരു അഡ്മിനിസ്ട്രേറ്ററാണ്, നിങ്ങളൊരു സർജനാണ്, അതുപോലെ ഒരു ഫാമിലി മാനാണ്. ഇതിൻ്റെ എല്ലാം ഒരു വീലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പോക്സിൻ്റെയൊക്കെ വലിപ്പം ഒന്നായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് ഒന്ന് തന്നെയായിരിക്കും. എൻ്റെ ജീവിതചക്രത്തിൻ്റെ വീല് ഒന്നാണോ എന്ന് ചോദിച്ചാൽ പക്ഷേ എനിക്കത് ഉറപ്പായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ചിലയിടത്ത് ഏറ്റക്കുറച്ചിലുണ്ട്. പ്രൊഫഷണൽ ലൈഫിലാണ് കൂടുതൽ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വീല് പല അഡ്മിനിസ്ട്രേഷൻ സൈഡിലായാലും സഹജീവികളോടുള്ള ഇടപെടലുകളായിരിക്കും, അങ്ങനെയൊക്കെ പല ലെങ്തിലാണ്. പക്ഷേ എങ്ങനെയൊക്കെ ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു വീലാണ് എന്നുള്ളത് ഒരു സംഗതിയാണ്. ഓക്കെ ഡോക്ടർ, താങ്ക് യു ഫോർ യുവർ ടൈം. സെയിം ഹിയർ.